വിവിധ വിഷയങ്ങളെ സംവാദാത്മകമായി പരിശോധിക്കുന്ന ഈവനിംഗ് ഡിബേറ്റിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ നടപടി, ആ നടപടി എന്നത് രാജി എന്ന അർഹമായ നിലപാടിൽ നിന്ന് കോൺഗ്രസ് മാറിയതെങ്ങനെ? എന്തൊക്കെയാണ് രാഹുലിനെതിരെ ഇപ്പോൾ എടുത്ത പാർട്ടി അംഗത്വത്തിൽ നിന്നുള്ള സസ്പെൻഷൻ്റെ പിന്നിലെ നാടകങ്ങൾ? ഇതൊക്കെയാണ് നാം പരിശോധിക്കുന്നത്. ഇതിലേക്ക് പോയ എന്താണ് കോൺഗ്രസ് നേതാക്കന്മാരുടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ നടപടിയെടുക്കുന്നതിലെ അന്തസങ്കോചം, ഭയം, ഇതൊക്കെയാണ് നാം ഇന്ന് ചർച്ച ചെയ്യുന്നത്. ആദ്യം നോക്കാം, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള സസ്പെൻഷൻ നടപടി കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ നാടകം എന്നാണ് പൊതുവിൽ വിമർശനം ഉയരുന്നത്. സസ്പെൻഷൻ നടപടിക്രമങ്ങൾ പാലിച്ചല്ല, സസ്പെൻഷൻ കാലാവധിയും വ്യക്തമാക്കിയിട്ടില്ല. ഇതിനാൽ രാഹുലിന് വേഗം തിരിച്ചെത്താനാകും. രാഹുലിനോട് പാർട്ടി പദവികൾ രാജിവെക്കാൻ ആവശ്യപ്പെടാത്തതിലും ദുരൂഹത ഈ അർത്ഥത്തിൽ തുടരുകയാണ്. ആദ്യം ആ റിപ്പോർട്ടൊന്ന് കാണാം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള സസ്പെൻഷൻ പ്രഖ്യാപനത്തിൽ ജനരോഷം താൽക്കാലികമായി തണുപ്പിക്കുക എന്ന ലക്ഷ്യം മാത്രമെന്നാണ് സൂചന. ഇത് കോൺഗ്രസിന്റെ രാഷ്ട്രീയ നാടകമാണെന്നും വിമർശനം ഉയരുന്നു. കോൺഗ്രസ് ഭരണഘടനാ പ്രകാരം സസ്പെൻഷൻ കാലാവധി വ്യക്തമാക്കണം. നടപടിക്ക് മുൻപ് ആരോപണ വിധേയനോട് വിശദീകരണം ചോദിക്കണം. മാത്രമല്ല, തിരഞ്ഞെടുക്കപ്പെട്ട പാർട്ടി പദവികൾ രാജിവെക്കാനും ആവശ്യപ്പെടണം. രാഹുൽ KPCC അംഗമാണ്. അദ്ദേഹം പദവി രാജിവെക്കാത്തതുകൊണ്ട് തന്നെ കോൺഗ്രസ് മെമ്പർഷിപ്പിൽ നിന്നും പുറത്താകുന്നില്ല. മാത്രമല്ല, KPCC അംഗമായതിനാൽ എത്രയും വേഗം AICC അറിയിച്ച് KPCC എക്സിക്യൂട്ടീവിന്റെ അംഗീകാരം തേടണമെന്ന നടപടിക്രമങ്ങളും രാഹുലിന്റെ കാര്യത്തിൽ പാലിച്ചിട്ടില്ല. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് കോൺഗ്രസിന്റെ ഭരണഘടന അനുസരിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനോട് ഇതുവരെ പദവി രാജിവെക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ല. രാഹുലിനെ എത്ര നാളത്തേക്കാണ് സസ്പെൻഡ് ചെയ്തത് എന്നും വ്യക്തമാക്കിയിട്ടില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തുക എന്ന തീരുമാനം, അത് KPCC പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ തന്നെ അറിയിക്കുകയാണ്. രാഹുലിനെയും അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ഇതിനാൽ സസ്പെൻഡ് ചെയ്യുന്നു. അതുവഴി തന്നെ അദ്ദേഹം കോൺഗ്രസിൻ്റെ നിയമസഭാ കക്ഷി അംഗവും അദ്ദേഹത്തിന് ഇപ്പോൾ തുടർന്ന് ലഭ്യമല്ല എന്ന കാര്യവും അറിയിച്ചിട്ടുണ്ട്. സമാന ആക്ഷേപം നേരിട്ട കോൺഗ്രസ് MLA-മാരായ M. വിൻസെന്റ്, എൽദോസ് കുന്നപ്പള്ളി എന്നിവർക്കെതിരെയും പാർട്ടി നടപടിയെടുത്തിരുന്നു. അവർ രണ്ടുപേരും വേഗം പാർട്ടിയിൽ തിരിച്ചെത്തി. ഇപ്പോഴും MLA-മാരായി തുടരുന്നു. നടപടിക്ക് പിന്നാലെ നിയമസഭയിലെത്തിയ M. വിൻസെന്റ് നിയമസഭയിൽ അടിയന്തര പ്രമേയം അടക്കം അവതരിപ്പിച്ചു. അതുപോലെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുക മാത്രമാണ് രാഹുലിനെതിരെയുള്ള സസ്പെൻഷൻ എന്നുമാണ് സൂചന. പാർലമെന്ററി പാർട്ടിയിൽ അംഗമല്ലാത്ത ഇതൊക്കെ ഞങ്ങൾ പല പ്രാവശ്യം പറഞ്ഞതാണ്. പല പ്രാവശ്യം വളരെ കൃത്യമായിട്ട് പറഞ്ഞ കാര്യമാണ്. ഇതെല്ലാം വ്യക്തമാക്കിയതാണ്. ഇനി അതിട്ട് ചുരണ്ടണ്ട. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. എന്നാൽ ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ വീണ്ടും ന്യായീകരിച്ചാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ രംഗത്തെത്തുന്നത്. രാഹുൽ വിഷയം അടഞ്ഞ അധ്യായമാണ്. രാഹുൽ വളരെ പ്രിയപ്പെട്ടവനായിരുന്നു. വേദനയോടുകൂടിയാണ് ഈ നടപടി പോലും എടുത്തത്. പാർട്ടി കൃത്യമായി നിലപാട് എടുത്തിട്ടുണ്ട് എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. VD സതീശൻ്റെ വാക്ക്. ആ വിഷയം ക്ലോസ്ഡ് ആണ്. ഞങ്ങൾ ആ വിഷയത്തെ പറ്റി ഇനി ഒരു ചർച്ചയില്ല. ആ സബ്ജക്റ്റ് ക്ലോസ് ചെയ്തു. എന്തുകൊണ്ടാണെന്നറിയാം? ആ സബ്ജക്റ്റിൻ്റെ മറവിൽ, ആ സബ്ജക്റ്റിൽ ഞാൻ ഇന്നലെ പറഞ്ഞില്ല, ഒരു പാർട്ടി ചെയ്യാവുന്ന മാക്സിമം കാര്യം കേരളത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയും ചെയ്യാത്ത, ഞാൻ പറഞ്ഞല്ലോ, ഹൃദയവേദനയോടുകൂടി ആണ് ഒരു സഹപ്രവർത്തകനെതിരായിട്ട് നടപടിയെടുത്തത്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭീഷണിയിൽ കോൺഗ്രസ് നേതാക്കൾ വീണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. രാജി ആവശ്യത്തിൽ നിന്ന് പിന്മാറിയത് ഇതിന് തെളിവാണെന്നും MV ഗോവിന്ദൻ മാസ്റ്റർ. കോൺഗ്രസ് പ്രസിഡന്റ്, KPCC പ്രസിഡന്റ് താൽക്കാലികമായിട്ട് പറഞ്ഞു ഒഴിഞ്ഞിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവും അതേപോലെ തന്നെ. ഇവരെല്ലാം ശക്തിയായിട്ട് 24 മണിക്കൂർ മുമ്പ് പറഞ്ഞത് രാജിവെപ്പിക്കുമെന്നാണ്. പക്ഷേ രാജിവെപ്പിക്കാൻ കൂട്ടാക്കുന്നില്ല. കാരണം രാഹുൽ മാങ്കൂട്ടം അതിശക്തിയായ രീതിയിൽ ഭീഷണി ഉയർത്തിയിരിക്കുകയാണ്. കാരണം ഇനി രാജി ഞാൻ വെക്കുകയാണെങ്കിൽ പല ആളുകളുടെയും മുഴുവൻ കഥയും പുറത്ത് പറയേണ്ടി വരുമെന്ന ഭീഷണിയിലാണ് യഥാർത്ഥത്തിൽ രാജി അവസാനിപ്പിച്ചത്. രാജി വേണ്ട തീരുമാനിച്ചത്. എന്നായി തെളിയിക്കണ്ടേ? പീഡനം പൂർണ്ണമായിട്ടും പുറത്ത് വന്നു കഴിഞ്ഞു. അവർ തന്നെ, സ്ത്രീകൾ തന്നെ പുറത്ത് പറഞ്ഞു, പേരും പറഞ്ഞു. ഇനി ഒന്നും പറയാൻ ബാക്കിയൊന്നുമില്ല. എല്ലാം തെളിവാണ്. വേറെ ആരോപണമല്ല, തെളിവാണ്.
ആ തെളിവടിസ്ഥാനപ്പെടുത്തിയിട്ട് കേരളം ഒറ്റക്കെട്ടായിട്ട് പറഞ്ഞിട്ടുള്ളത്, കോൺഗ്രസ് നേതാക്കന്മാരുൾപ്പെടെ പറഞ്ഞിട്ടുള്ളത് രാജിവെക്കണമെന്നാണ്. രാജിവെക്കാതെ കേരളത്തിൽ രാഷ്ട്രീയ പ്രവർത്തനവുമായിട്ട് മുന്നോട്ടേക്ക് പോകാൻ രാഹുൽ മാങ്കൂട്ടത്തിന് സാധിക്കില്ല എന്ന് അദ്ദേഹത്തിന് അറിയാം. അത് പ്രോത്സാഹിപ്പിക്കുന്ന ഷാഫി ഉൾപ്പെടെയുള്ളവർക്കും അത് നല്ല പോലെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ മനസ്സിലാവുമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. സൈബർ ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്നത്, സൈബർ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത് വേറെ ആരുമല്ല, ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ള രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കൂടി അനുയായികളാണ്. അവരെല്ലാം കൂടി ചേർന്നിട്ടാണ്. തീർച്ചയായും ഞങ്ങളുടെ പ്രതിനിധികളായ നിർഭനും ഒപ്പം പാലക്കാട് നിന്ന് സച്ചിൻ വള്ളിക്കാടും ചേരും. ഒപ്പം പ്രതിനിധികളായി ചേരുമ്പോൾ തന്നെ അതിഥികളായി നാസർ കോളായി, എ സജീവൻ, ഒപ്പം പി റജി എന്നിവരും നമ്മുടെ ചർച്ചയെ സമ്പന്നമാക്കും. ആദ്യം ശ്രീ നിർഭനിലേക്ക് തന്നെ പോവുകയാണ്. നിർഭൻ ചക്രവർത്തി, ഇതുവരെയുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യം രാജി എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ കർശന നടപടിയെടുക്കുമെന്ന് പറയുന്നു. അതിനുശേഷം അത് വിഴുങ്ങി കേവലം പാർട്ടി അംഗത്വത്തിൽ നിന്ന് മാത്രം സസ്പെൻഷൻ നൽകി ആ സംഭവത്തിൽ നിന്ന് തടിയൂരാൻ ശ്രമിക്കുന്നു. എങ്ങനെയാണ് ഇതിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തപ്പെട്ടത്? കോൺഗ്രസിനുള്ളിലെ വലിയൊരു വിഭാഗം വലിയ പ്രതിഷേധവുമായി രംഗത്തുണ്ട്. എന്നിട്ട് പോലും എന്തുകൊണ്ടാണ് KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും അടങ്ങുന്ന ഷാഫി പറമ്പിലും ഒക്കെ അടങ്ങുന്ന ഈ സമ്മർദ്ദത്തിന് എങ്ങനെയാണ് കോൺഗ്രസ് വഴങ്ങിയത്? ഇതിലേക്ക് നയിക്കപ്പെട്ടത് എന്തൊക്കെയാണ്? ഈ ചോദ്യങ്ങളാണ് ബാക്കിയാകുന്നത്. തീർച്ചയായും അജിം ഷാദ്, ഇക്കാര്യത്തിൽ മറുപടി പറയേണ്ടത് കോൺഗ്രസ് ലീഡർഷിപ്പാണ്, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അജിം ഷാദ് സൂചിപ്പിച്ച കാര്യമാണ്, വലിയ തരത്തിലുള്ള സമ്മർദ്ദം. അതായത് KC വേണുഗോപാൽ, AICCയുടെ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ അടക്കം, അദ്ദേഹത്തിന്റെ ഭാര്യ അടക്കം ഫേസ്ബുക്കിൽ ഈ ഭീഷണിയെ കുറിച്ച് പോസ്റ്റ് ഇടുന്നു. അതിന്റെ മാനസികാവസ്ഥ മനസ്സിലാവും. അതുകൊണ്ട് KC വേണുഗോപാൽ, ഒപ്പം തന്നെ വർക്കിംഗ് കമ്മിറ്റി അംഗമായിട്ടുള്ള രമേശ് ചെന്നിത്തല വളരെ സ്ട്രോങ് ആയ നിലപാട് സ്വീകരിക്കുന്നു. പരസ്യമായി മുൻ KPCC അധ്യക്ഷന്മാരെല്ലാം പരസ്യമായി നിലപാട് സ്വീകരിക്കുന്നു. K മുരളീധരൻ ശക്തമായ നിലപാട് ഉടൻ തന്നെ ഉണ്ടാകുമെന്ന് പ്രഖ്യാപിക്കുന്നു. അങ്ങനെ രാജിയിലേക്ക് പോകുന്ന ഒരു ഘട്ടത്തിൽ ഈ പറഞ്ഞ രാഷ്ട്രീയകാര്യ സമിതി യോഗം അടക്കം വിളിച്ചു ചേർന്ന് ഐക്യകണ്ഠേന രാജി ആവശ്യപ്പെടാനുള്ള തീരുമാനം വരുന്നു. പിന്നെയാണ് ഇതിൽ നിന്ന് പിന്നോട്ട് പോകുന്നത്. ആ പിന്നോട്ട് പോകുന്ന ദിവസം ഉച്ചയോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ വസതിക്ക് മുൻപിൽ നടത്തിയ വാർത്താ സമ്മേളനം. അതിന് മുൻപേ തന്നെ ഈ ഷാഫി പറമ്പിൽ, ഈ പറഞ്ഞ അജ്ഞാതവാസത്തിലായിരുന്ന ഷാഫി പറമ്പിൽ നടത്തിയ ശക്തമായ രാഹുലിനെ സംരക്ഷിക്കുന്ന, ചേർത്ത് നിർത്തുന്ന അദ്ദേഹത്തിന്റെ മാധ്യമങ്ങളുടെ പ്രതികരണം. ഇതിന് ശേഷമാണ് ഈ സമീപനത്തിൽ മാറ്റം വരുന്നത്. ആ സമീപനത്തിൽ മാറ്റം വരുന്നത് കൊണ്ട് തന്നെ വിമർശനം ആഭ്യന്തരമായി കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ അനൌദ്യോഗികമായി സമ്മതിക്കുന്നത് ഒരു സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ട്. സമ്മർദ്ദമാണോ, ഭീഷണിയാണോ, ബ്ലാക്ക് മെയിലിംഗ് തന്ത്രമാണോ എന്ന കാര്യം ഇനി കോൺഗ്രസ് പറയേണ്ടതാണ്. ഇനി നടപടിയെ സംബന്ധിച്ച് വരാം അജിം ഷാദ്. ഈ നടപടിയിൽ തന്നെ അവ്യക്തതയ്ക്ക് ദുരൂഹതയുണ്ട്. കാരണം നടപടി എന്ന് പറയുന്ന സാധനം ഈ സസ്പെൻഷനാണ്. ഈ സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അദ്ദേഹത്തിന് വിപ്പില്ലേ, അദ്ദേഹം ഇപ്പോഴും നിയമസഭാ അംഗമല്ലേ, അദ്ദേഹം അങ്ങനെ തുടർന്നു കഴിഞ്ഞാൽ കോൺഗ്രസിന് ബാധ്യതയല്ലേ? ഈ കോൺഗ്രസിന്റെ ഭരണഘടനാപരമായി അച്ചടക്ക നടപടി സംബന്ധിച്ച് വ്യക്തമായ നിർദ്ദേശമുണ്ട്. അതിൽ നിലവിൽ വഹിക്കുന്ന പദവികൾ അത് രാജിവെക്കാൻ ആ ഘടകത്തിൽ, അദ്ദേഹം ഇപ്പൊ നിലവിൽ KPCC അംഗമാണ്, ആ ഘടകത്തിൽ നിലവിലെ KPCC പ്രസിഡന്റ് ആവശ്യപ്പെടണം, അത് രാജിവെക്കണം. അതിനുശേഷം വിശദീകരണ കത്ത് കൊടുക്കണം. ഈ സസ്പെൻഷൻ നടപടി സംബന്ധിച്ച സർക്കുലറിൽ ഈ നിശ്ചിത കാലാവധിക്കുള്ളിൽ ഇത് കാലാവധിക്ക് സസ്പെൻഷൻ എന്ന് പറയണം. ആ സസ്പെൻഷൻ കാലാവധിക്കുള്ളിൽ അദ്ദേഹത്തിന്റെ സസ്പെൻഷൻ കാലാവധി പറഞ്ഞിട്ടില്ല എങ്കിൽ സ്വാഭാവികമായി M വിൻസെന്റിനെ സസ്പെൻഡ് ചെയ്തപോലെ എൽദോസ് കുന്നപ്പള്ളിയെ സസ്പെൻഡ് ചെയ്തതുപോലെ സ്വാഭാവികമായി ഒരു മാസത്തിനുള്ളിൽ അദ്ദേഹത്തിന്റെ സംഘടനയിലെ മെമ്പർഷിപ്പിലേക്ക് തിരിച്ചു വരാം. ഇത് സസ്പെൻഷൻ മാത്രമാണ്, പുറത്താക്കലല്ല. അതുകൊണ്ട് ഇത് ജനങ്ങളെ താൽക്കാലികമായി ഉണ്ടായിട്ടുള്ള മാധ്യമങ്ങളിലും ജനവികാരവും ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിൽ ഈ ജനവികാരം തണുപ്പിക്കുക എന്ന താൽക്കാലിക സാധ്യത മാത്രമാണ് കോൺഗ്രസ് ആരാഞ്ഞത്. ആദ്യഘട്ടത്തിൽ വളരെ സ്ട്രോങ് ആയ നിലപാട് സ്വീകരിച്ച വനിതാ നേതാക്കൾക്കെതിരെ ശക്തമായ സൈബർ ആക്രമണം ഉണ്ടാകുന്നു. രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കൾ ഇക്കാര്യത്തിൽ ആ ഘട്ടത്തിൽ ഉറച്ചു നിന്നു. പക്ഷേ ഇവരെല്ലാം പിന്നോട്ടടിപ്പിക്കുന്ന VD സതീശൻ എടുത്ത പരസ്യമായ നിലപാട് തിരുത്തുന്ന തരത്തിൽ പിന്നാക്കം പോകുന്നതിന് എന്ത് സമീപനം ഉണ്ടായി എന്ന് ചോദിച്ചാൽ അതിൽ വലിയ തരത്തിലുള്ള സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ട്. ആ സമ്മർദ്ദത്തിന്റെ സാധ്യത ഏതളവ് വരെയാണ് ആ സമ്മർദ്ദത്തിന്റെ സാധ്യത ഏതളവ് വരെയാണ്? ആ സമ്മർദ്ദം എങ്ങനെയാണ് രൂപപ്പെട്ടത്? എന്താണ് ഇവർ ഭയപ്പെടുന്നത്? ഇത്യാദി ചോദ്യങ്ങളാണ് രാഷ്ട്രീയ കേരളത്തിന് മുന്നിൽ, ധാർമ്മിക കേരളത്തിന് മുന്നിൽ ചോദ്യചിഹ്നമായി വരുന്നത്. നിർഭൻ ചക്രവർത്തി, ഈ A സജീവൻ ഞങ്ങളുടെ പ്രതിനിധിയിലേക്ക് പോകാം. സച്ചിൻ വള്ളിക്കാടിലേക്ക് വരുന്നതിന് മുമ്പ് ശ്രീ A സജീവൻ, ഏറ്റവും പ്രധാനപ്പെട്ട ചില ഘടകങ്ങളാണിത്. നോക്കൂ, ഇവിടെ ഇന്ന് VD സതീശനെത്തി ഇത് അടഞ്ഞ അധ്യായമാണ് എന്ന് പറയുന്നു. ആരുടെ അടഞ്ഞ അധ്യായം? എന്താണ് ഈ അധ്യായത്തെ ഇങ്ങനെ അടയ്ക്കാൻ വ്യഗ്രത? മാത്രമല്ല വളരെ വേദനയോടുകൂടിയാണത്രേ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടി സ്വീകരിച്ചത്. അതായത്
ഈ പാർട്ടി അംഗത്വത്തിൽ രാജിയില്ല, അതിനെതിരെ വലിയ വിമർശനം അവരുടെ പാർട്ടിക്കുള്ളിലുണ്ട്. പക്ഷേ ഈ ഈ പ്രാഥമിക അംഗത്വം നിന്ന് സസ്പെൻഷൻ ചെയ്ത ഒരു കേവല നടപടി, ആ നടപടി പോലും ചെയ്തത് വേദനയോടുകൂടിയാണ് അത്രേ. സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഇന്ദിരാഗാന്ധിയും ഒക്കെ നേതാവായുള്ള കോൺഗ്രസ്സാണ് പറയുന്നത് സ്ത്രീകളെ ഇങ്ങനെ പിച്ചി ചിന്തിയ ഒരു അധമ രാഷ്ട്രീയക്കാരനെ പുറത്താക്കിയത് വേദനയാണെന്ന് അവരുടെ പാർട്ടിയിൽ നിന്ന്. എന്താണ് മനസ്സിലാക്കേണ്ടത്? എന്തിനാണ് ഇങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തെ ഭയക്കുന്നത്? ഇതാണ് കേരളം ചോദിക്കുന്നത്. ശ്രീ എ സജീവൻ. ശ്രീ എ സജീവൻ കേൾക്കാമോ? തീർച്ചയായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ നടപടി, ആ നടപടി എന്നത് ഇങ്ങനെ കേവലം ഒരു പാർട്ടി അംഗത്വത്തിൽ നിന്ന് പുറത്താക്കുക മാത്രം ചെയ്യുന്നതുകൊണ്ട് കാര്യമുണ്ടോ? രാജിവെക്കേണ്ടേ? എന്തുകൊണ്ടാണ് ആദ്യത്തെ കടുത്ത നടപടി എന്ന രാജി എന്ന അടക്കമുള്ള ഉദ്ദേശങ്ങളിൽ നിന്ന് കോൺഗ്രസ് മാറിയത്? ആരാണതിനെ മാറ്റിയത്? ഷാഫി പറമ്പിലും വി സതീശനും KPCC പ്രസിഡൻറ്റും ഒക്കെ എന്തിനാണ് ഇങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി കോൺഗ്രസിൻ്റെ പൊതുവികാരം, കേരളത്തിൻ്റെ പൊതുവികാരത്തെ അട്ടിമറിക്കുന്നത്? ഇത്യാദി ചോദ്യങ്ങളാണ് ബാക്കിയാകുന്നത്. നോക്കൂ, VT ബൽറാം ഗ്രൂപ്പ് ഇന്ന് പാലക്കാട് വലിയ രീതിയിലുള്ള സംഘർഷമാണ് കോൺഗ്രസിനുള്ളിൽ നടക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ നടപടി, ശക്തമായ രാജി അടക്കമുള്ളവ വേണം എന്ന ആവശ്യത്തിലേക്കാണ് കോൺഗ്രസിനുള്ള വലിയൊരു വിഭാഗം മാറിയിരിക്കുന്നത്. ഇപ്പോൾ നോക്കൂ, VT ബൽറാം പക്ഷം ആ അർത്ഥത്തിൽ രംഗത്ത് വന്നു. അതിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി സച്ചിൻ വള്ളിക്കാട് ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. സച്ചിൻ വള്ളിക്കാട്, എന്താണ് കോൺഗ്രസിൻ്റെ ഗ്രൂപ്പുകളിൽ വലിയ കയ്യാങ്കളിയാണ് നടക്കുന്നത് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ? അജിംഷാ, തീർച്ചയായും അത് തന്നെയാണ്. കാരണം വലിയ രീതിയിലുള്ള, അതായത് ഫേസ്ബുക്കിലും അതേപോലെ തന്നെ വാട്സപ്പിലൊക്കെ ആയിരുന്നു ഇത്തരത്തിൽ വിമത ശബ്ദങ്ങൾ വന്നിരുന്നെങ്കിൽ പോലും ഇപ്പോൾ ഇത് കയ്യാങ്കളിയിൽ എത്തിയിരിക്കുന്നു എന്നത് തന്നെയാണ് നമുക്ക് ഏറ്റവും പുതുതായി പറയാൻ കഴിയുന്നത്. കാരണം പാലക്കാട് തൃത്താല കേന്ദ്രീകരിച്ചുകൊണ്ടാണ് VT ബൽറാം പ്രവർത്തിക്കുന്നത്. VT ബൽറാമിൻ്റെ അനുനായികളും VT ബൽറാമിൻ്റെ പക്ഷത്തുള്ള നിരവധി പ്രവർത്തകരും രാഹുലിനും ഷാഫിക്കുമെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. ഇതാണ് വലിയ രീതിയിലുള്ള ഒരു സംഘർഷാവസ്ഥയിലേക്ക് എത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം തൃത്താല മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി യോഗത്തിലാണ് അവിടുത്തെ നേതാക്കളും ഷാഫി അനുകൂലികളും തമ്മിൽ ഏറ്റുമുട്ടൽ ഉണ്ടായിരിക്കുന്നത്. അത് കയ്യാങ്കളിയിൽ അവസാനിച്ചു എന്ന് തന്നെയാണ് അറിയാൻ വേണ്ടി പറ്റുന്നത്. അതിൻ്റെ തുടക്കം ഇങ്ങനെയാണ് അജിംഷാദ്. അതായത് ഷാഫി മുൻ MP-യുടെ രാഹുൽ മുൻ MP-യുടെ മകൾക്ക് അശ്ലീലം മെസ്സേജ് അയച്ചിട്ടുണ്ട് എന്ന് ഒരു നേതാവ് വാട്സപ്പിൽ മെസ്സേജ് പോസ്റ്റ് ചെയ്യുന്നു. തുടർന്ന് അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഷാഫി രാഹുൽ അനുകൂലികൾ ഈ ഗ്രൂപ്പിലെത്തുകയും തുടർന്ന് ഈ കഴിഞ്ഞ ദിവസം ചേർന്ന തൃത്താല മണ്ഡലം കമ്മിറ്റി യോഗത്തിൽ ഇത് വലിയ രീതിയിൽ ചർച്ചയാവുകയും ചെയ്തു. തുടർന്നാണ് ഇത് സംഘർഷത്തിലേക്ക് കലാശിച്ചത്. അതായത് ഇരു വിഭാഗം നേതാക്കളും തമ്മിൽ ഏറ്റുമുട്ടുകയാണ് ഉണ്ടായിട്ടുള്ളത് എന്ന വിവരമാണ് ലഭിച്ചിട്ടുള്ളത്. ഷാഫിയെ അനുകൂലിക്കുന്നവരും VT ബൽറാം പക്ഷത്തുള്ളവരും തമ്മിലാണ് കയ്യാങ്കളി ഉണ്ടായിട്ടുള്ളത്. ഇതിൽ നിന്നും മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് വലിയ രീതിയിലുള്ള ഒരു തമ്മിലടിയിലേക്കും സംഘർഷത്തിലേക്കും കോൺഗ്രസ് പോയിക്കൊണ്ടിരിക്കുന്നു. സംസ്ഥാന നേതൃത്വത്തിൻ്റെ, അതായത് KPCCയുടെ നിലപാടുകൾക്ക് എതിരെ പാലക്കാട് ജില്ലയിലെ നേതാക്കളെല്ലാം പ്രവർത്തിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള വിമത ശബ്ദം പാലക്കാട് ജില്ലയിൽ നിന്ന് തന്നെ ഉയരുന്നത്. അജിംഷാദിനറിയാം, ഉപതെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് പോലും വലിയ രീതിയിൽ എതിർപ്പ് രാഹുലിനെതിരെ പാലക്കാട്ടുള്ള നേതാക്കൾ ഉന്നയിച്ചതാണ്. എന്നാൽ ഇതിനെയൊക്കെ പാടെ അവഗണിച്ചുകൊണ്ടാണ് ഷാഫി പറമ്പിലിൻ്റെയും VD സതീശൻ്റെയും നോമിനിയായി പാലക്കാടേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുന്നത്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ടെ കോൺഗ്രസിലെ ഒരു ഭാരമായി മാറിയിരിക്കുകയാണ് അജിംഷാദ്. ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. കാരണം ഇന്നും മുമ്പുമൊക്കെ പത്മജ വേണുഗോപാൽ, അതായത് K കരുണാകരൻ്റെ മുതിർന്ന കോൺഗ്രസ് നേതാവിൻ്റെ മകൾ, മുൻ കോൺഗ്രസ് നേതാവ്, അവർ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശക്തമായ നടപടി എടുക്കാത്തതിന് കാരണം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കയ്യിൽ ഈ നേതാക്കന്മാരുടെ അടക്കം പല വിവരങ്ങളുമുണ്ട്, അത് പുറത്തുവിടുമെന്ന ഭയമാണ് എന്ന്. ഇന്ന് പൊതുവിൽ രാഷ്ട്രീയ കേരളം ഉയർത്തുന്ന ചോദ്യവും അതുതന്നെയാണ്. എന്തുകൊണ്ടാണ് കടുത്ത നടപടി എന്ന പ്രഖ്യാപനം ഒരു ഘട്ടത്തിൽ വിഴുങ്ങി ഇങ്ങനെ രാഹുൽ മാങ്കൂട്ടം എന്ന ഒരു വ്യക്തിക്ക് മുമ്പിൽ, ഇന്നലെ വന്നൊരു പയ്യന് മുമ്പിൽ എന്തിനാണ് കോൺഗ്രസ് അതിൻ്റെ യശസ് കുമ്പിട്ട് വെച്ചത് എന്ന ചോദ്യമാണ് ഇവിടെ ചോദിക്കുന്നത്.
അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഘടകങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വേളയിലാണ് കോൺഗ്രസിനുള്ളിൽ VT ബൽറാമിനെ പോലെ വളരെ പ്രമുഖനായ നേതാവിൻ്റെ അനുയായികൾ പോലും പാലക്കാട് രംഗത്തെത്തുകയാണ്. ഇങ്ങനെയൊക്കെയുള്ളൊരു വശം ഇതിൽ ഉള്ളടങ്ങിയിട്ടുണ്ട്. സച്ചിൻ വള്ളിക്കാട്. അജിംഷാദ്, അത് തന്നെയാണ്. കാരണം VT ബൽറാം പക്ഷത്തുള്ള ആളുകൾ ഷാഫിക്കും രാഹുലിനുമെതിരെ പാലക്കാട് രംഗത്ത് വരുന്നു. അതുപോലെ തന്നെ നമുക്കറിയാം, തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് പോലും പാലക്കാട് DCC പ്രസിഡൻ്റായിട്ടുള്ള തങ്കപ്പനും പാലക്കാട്ടെ നിലവിലെ MP ആയിട്ടുള്ള VK ശ്രീകണ്ഠൻ അടക്കം രാഹുലിൻ്റെയും ഷാഫിയുടെയും, അതായത് ഷാഫിയുടെ നോമിനിയായിട്ടാണ് രാഹുൽ പാലക്കാടേക്ക് വരുന്നത്. അതിന് വലിയ രീതിയിലുള്ള എതിർപ്പ് പ്രകടിപ്പിച്ചെങ്കിലും അതൊക്കെ പാടെ അവഗണിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. കാരണം കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള VD സതീശൻ്റെ പിന്തുണയോടുകൂടിയാണ് രാഹുലിനെ ഷാഫി പാലക്കാട് കൊണ്ടുവരുന്നത്. അതുതന്നെയാണ് നമുക്കിപ്പോൾ രാഹുലിനെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങളിലും കാണാൻ വേണ്ടി സാധിക്കുന്നത്. മാധ്യമങ്ങൾക്ക് മുന്നിലും അതേപോലെ തന്നെ ജനങ്ങൾക്ക് മുന്നിലൊക്കെ വലിയ രീതിയിലുള്ള ഒരു നാടകമാണ് ഷാഫിയും അതേപോലെ തന്നെ VD സതീശനും കളിക്കുന്നത്. അത് മാധ്യമങ്ങളെ കാണുമ്പോൾ കടുത്ത നടപടി ഉണ്ടാകും രാഹുലിനെതിരെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കോൺഗ്രസിൻ്റെ ഉള്ളിൽ വെച്ച് രാഹുലിനെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് സതീശനും അതേപോലെ തന്നെ ഷാഫിയും സ്വീകരിക്കുന്നു. അത് പാലക്കാട്ടെ കോൺഗ്രസ്സുകാരെയാണ് ഏറ്റവും പ്രതിസന്ധിയിലാക്കുന്നത്. അതിൽ തീർച്ചയായും ഞാനിപ്പോൾ നാസർ കൊളായി, CPIM നേതാവ് നാസർ കൊളായിലേക്ക് കൂടി ഒന്ന് പോവുകയാണ്. നാസർ കൊളായി, അതായത് ഇത്ര വലിയ ഒരു ഗുരുതരമായ പ്രശ്നം, കാരണം ഇവിടെ ഇന്ന് ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞു, ഇത് ആരോപണമല്ല. സാധാരണഗതിയിൽ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്കെതിരെ പരിചയമുള്ളവർ പരിചയമില്ലാത്തവർ ഒക്കെ വ്യക്തികൾക്കെതിരെ ആരോപണം ഉന്നയിക്കും. അതിന് ഒരു നിയമപരമായ നിദാനമുണ്ട്, അതിലേക്ക് എത്തിച്ചേരാനും മറ്റും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ആരോപണങ്ങളല്ല, നിരവധിയായ തെളിവുകൾ, ഡിജിറ്റൽ തെളിവുകൾ, ശബ്ദം അടക്കമുള്ളവ പുറത്തെത്തുകയാണ്. സ്വാഭാവികമായും ഇങ്ങനെ ഒരു നടപടി, വ്യാപകമായി സ്ത്രീകളെ പിച്ച് ചിന്തിയ പരിപാടി, ഇതിനെതിരെ രാഹുൽ മാങ്കൂട്ടത്തിനെ കേവലം പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നു എന്നൊരു പറച്ചിൽ മാത്രമാണ്. ആ പുറത്താക്കൽ പോലും നിലനിൽക്കുന്നതല്ല. കാരണം എത്ര മാസത്തേക്കാണ് സസ്പെൻഷൻ എന്ന് പറയുന്നില്ല. മറ്റ് പല വിധത്തിലും അവരുടെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായ വശങ്ങൾ അതിലുണ്ട്. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം 1 മാസം കഴിഞ്ഞ് തിരിച്ച് അവരുടെ പാർട്ടിയിലേക്ക് എത്താം. പക്ഷേ MLA സ്ഥാനം രാജിവെപ്പിക്കുന്നതിലേക്ക് എന്തുകൊണ്ട് ഇവർ പോകുന്നില്ല? ഭയമാണ്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭയപ്പെടുത്തലിന് മുന്നിൽ കോൺഗ്രസ് വീണു. നിമിഷാദേ, ഈ രാഹുൽ മാങ്കൂട്ടത്തിനുമായി ബന്ധപ്പെട്ടുള്ള വിവാദത്തെ നമ്മൾ പ്രത്യേകമായൊരു രീതിയിലാണ് അത് കാണേണ്ടത്. കേരള രാഷ്ട്രീയത്തിൽ PT തോമസിന്റെ കാലം മുതൽ ഇത്തരം ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. PT ചാക്കോയുടെ കാലം മുതൽ ഇത്തരം ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ ചിലതൊക്കെ സത്യങ്ങളുണ്ടായിരുന്നു, ചിലതൊക്കെ വെറും ആരോപണങ്ങളായി കലാശിക്കുകയും ചെയ്തു. സത്യമുള്ളതിലും സത്യമില്ലാത്തതിലും ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ, ഒരു പുരുഷന്റെ നേരെ ഒരു സ്ത്രീയുടെ അല്ലെങ്കിൽ ഒരു ഇരയുടെ ആരോപണമാണ് സാധാരണഗതിയിൽ ഉണ്ടാകുക. അങ്ങനെയുള്ള സംഭവങ്ങളാണ് നമ്മൾ കേൾക്കുക. അപ്പൊ ചിലപ്പോ അതിൽ തെറ്റുകാരുണ്ടാവാം. മനുഷ്യ സഹജമാണ്, മനുഷ്യന് തെറ്റുപറ്റാം. ഇപ്പോ മുസ്ലിം മതവിശ്വാസ പ്രകാരവും ക്രിസ്ത്യൻ മതവിശ്വാസ പ്രകാരവും ഒക്കെ ആദ്യ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ആദമാണ്. ആദമിനോട് ദൈവം പറഞ്ഞതാണ് വിലക്കപ്പെട്ട കനി ഭക്ഷിക്കരുത്. ദൈവം നേരിട്ട് പറഞ്ഞിട്ടും ആദമ് വിലക്കപ്പെട്ട കനി ഭക്ഷിച്ചു. അതിന്റെ അർത്ഥം, അതിന്റെ സൂചന തന്നെ മനുഷ്യന് തെറ്റുപറ്റാം. അങ്ങനെ തെറ്റുപറ്റുമ്പോൾ അതിന്റെ പേരിൽ വിവാദങ്ങൾ ഉണ്ടാവും. പക്ഷേ അതിൽ ഒരു കഥാപാത്രത്തിൽ അത് അവസാനിക്കും. ഒരു വില്ലനും അതിലെ ഒരു പരാതിക്കാരികളാണ് സാധാരണഗതിയിൽ ഉണ്ടാകുക, ഒരു ഇരയാണ് ഉണ്ടാകുക. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെത് ഇന്ന് വരെ കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ മാത്രമല്ല, ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ, ഒരുപക്ഷെ ലോക രാഷ്ട്രീയ ചരിത്രത്തിൽ നമ്മൾ ഇങ്ങനെ കേട്ടിട്ടുണ്ടാവില്ല. ഉത്തരവാദിത്തപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം വഹിക്കുന്ന മനുഷ്യൻ, ഒരു MLA സ്ഥാനം വഹിക്കുന്ന മനുഷ്യൻ, ഒരു സ്ത്രീയോടോ ഒരു പെൺകുട്ടിയോടോ അല്ല ഈ അപരാധം ചെയ്തിട്ടുള്ളത്, ഒരുപാട് പേരോടാണ്. അതിൽ പത്രപ്രവർത്തകരുണ്ട്, മാധ്യമപ്രവർത്തകരുണ്ട്, സിനിമാ നടിയുണ്ട്, എഴുത്തുകാരുണ്ട്, KSU പ്രവർത്തക, KSUവിൽ പ്രവർത്തിക്കുന്ന പെൺകുട്ടികളുണ്ട്, യൂത്ത് കോൺഗ്രസിൽ പ്രവർത്തിച്ച സ്ത്രീകളുണ്ട്. അതുപോലെ തന്നെ ഇവന്റെ പരിചിത വലയത്തിൽപ്പെട്ട ഈ രാഹുൽ ആരെയൊക്കെ കോൺഗ്രസ് നേതാക്കന്മാരുടെ മക്കളുണ്ട്, കുടുംബമുണ്ട്, ഇതൊക്കെയാണ് കോൺഗ്രസ് നേതാക്കന്മാരുടെ മക്കളുണ്ട്. ഞാൻ പറഞ്ഞാൽ ഇത് അജിംഷാദും ഞാനും എണ്ണി പറഞ്ഞാൽ തീരില്ല. മുമ്പിൽ കാണുന്ന സ്ത്രീയെ ഉപഭോഗ വസ്തുവായി മാത്രം കാണുന്ന ഒരു കൊടും ക്രിമിനലായ ചെകുത്താനാണ് രാഹുൽ എന്ന അർത്ഥശങ്കയ്ക്കിടയില്ലാതെ പറയാം. ഇപ്പോ അങ്ങനെ വളരെ കൃത്യമായി ഇതെല്ലാം തെളിവുകളോട് കൂടിയാണ്. നേരത്തെ പലരുടെ പേരിലും ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾക്ക് കൃത്യമായ തെളിവില്ലായകയോ അല്ലെങ്കിൽ ആരോപിത
ഇരയാകുന്ന കഥാപാത്രത്തിന് ക്രെഡിബിലിറ്റി ഇല്ലാതാവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ അതിന്റെ പിന്നാമ്പുറത്തെ കഥകളിലേക്കൊന്നും പോകുന്നില്ല. പക്ഷെ ഇത് വളരെ കൃത്യമായി പ്രണയിച്ച് പീഡിപ്പിച്ചത് ഒരു പെൺകുട്ടിയെയല്ല, പല പെൺകുട്ടികളെയാണ്. ആ പെൺകുട്ടികളിൽ പലരും ഗർഭിണികളാണ്. അപ്പൊ അതിനുള്ള സുരക്ഷിതത്വം പോലും സൂക്ഷിക്കാതെയാണ് ഇവന് ഈ കാര്യങ്ങൾ നടത്തുന്നത് എന്ന് ചുരുക്കം. അങ്ങനെയുള്ള പെൺകുട്ടികളെ പിന്നീട് ഭീഷണിപ്പെടുത്തുകയാണ്. നിർബന്ധിച്ച് ഗർഭഛിദ്രം നടത്തണം എന്നാവശ്യപ്പെടുന്ന ഒരു പെൺകുട്ടിയോട് മറ്റൊരു പെൺകുട്ടി പറഞ്ഞു, ഞാൻ ഗർഭഛിദ്രം നടത്തിയില്ല, ഞാൻ പ്രസവിക്കും, നിങ്ങളെ ഇത് ബാധിക്കില്ല എന്ന് പറയുമ്പോ നിന്നെ കൊല്ലാൻ എനിക്ക് നിമിഷങ്ങൾ വേണ്ട, നിന്റെ കുട്ടിയെ നീ കൊല്ലണം, അല്ലെങ്കിൽ നിന്നെ കൊല്ലാൻ എനിക്ക് നിമിഷങ്ങൾ വേണ്ട. ഇങ്ങനെ ഒരുപാട് പേരോട് പറഞ്ഞ ഒരു ചരിത്രം നമ്മൾ ഇവിടെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണ് ഇത്. മാസങ്ങൾക്ക് മുമ്പ് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഇതിൽ സൈബർ സെല്ലിന് ഒരു മാസം മുമ്പ് പരാതി കൊടുത്താണ്. കാരണം നേരത്തെ ഇയാളെ സൂചിപ്പിച്ചുകൊണ്ട് ചില വാർത്തകൾ വരികയുണ്ടായി. ഒരു മാധ്യമ പ്രവർത്തകയുമായി ബന്ധമുള്ള കേരളത്തിലെ ഒരു രാഷ്ട്രീയ നായകൻ. ഇത് കേരളം നേരത്തെ ചർച്ച ചെയ്യുന്നുണ്ട്. പലരും രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് പറഞ്ഞു പറയാതെയും ചർച്ച ചെയ്യുന്നുണ്ട്. ഞാൻ അതുമായി ബന്ധപ്പെട്ട് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടപ്പോ ജീവിതത്തിൽ ഞാൻ ഇതുപോലത്തെ തെറി കേട്ടിട്ടുണ്ടാവും. രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയിട്ട് ഒരുപാട് കാലമായി. സ്വാഭാവികമായി നമ്മൾ വിമർശിക്കും. മരിച്ചുപോയ എന്റെ മാതാവിനെ കുറിച്ച്, എന്റെ കുടുംബാംഗങ്ങളെ കുറിച്ച്. അതും എന്നെ അത്ഭുതപ്പെടുത്തുന്നത് ഏകദേശം 1000-ഓളം കമന്റുകളും ആ കമന്റുകളിൽ ഒരു 100-150 എണ്ണം ഒരേ അച്ചിൽ വാർച്ചെടുത്തത് ഈ രാഹുലിന് വേണ്ടി ഈ ഗുണ്ടാപ്പണി എടുക്കുന്ന ഒരു ടീം ഇവരുടെ പറകിലുണ്ട്. ഇപ്പൊ നിങ്ങളെ നോക്ക്, ഉമാ തോമസ് പറഞ്ഞു, എനിക്ക് വളർന്നു വരുന്ന 2 എന്റെ മക്കൾക്ക് കുട്ടികളുണ്ട്, പെൺകുട്ടികളുണ്ട്, ഞാൻ ഭയപ്പെടുകയാണ്. അങ്ങനെ ഷാനിമോൾ ഉസ്മാൻ പറഞ്ഞു, ബിന്ദു കൃഷ്ണ പറഞ്ഞു. പക്ഷെ അതിൽ കോൺഗ്രസിന്റെ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അനുയായികൾ ഒരു മതേതരത്വം കാണിച്ചു. ഉമാ തോമസിന്റെ അപ്പനെ പറഞ്ഞു, ഷാനിമോൾ ഉസ്മാന്റെ ബാപ്പാനെ പറഞ്ഞു, ബിന്ദു കൃഷ്ണന്റെ അച്ഛനെ പറഞ്ഞു. അങ്ങനെ പൊളിച്ച തെറി പറയാണ്. ഞാൻ 5 കേസ് ഇപ്പോ സൈബർ സെല്ലിൽ കൊടുത്തിട്ടുണ്ട്. എന്റെ വിഷയം അതല്ല. ഈ വിഷയം കൊണ്ടുവന്നത് CPM ആണോ, പ്രതിപക്ഷമാണോ, ആരെങ്കിലും രാഷ്ട്രീയ എതിരാളികളാണോ? അല്ലല്ലോ. ഇത് കൊണ്ടുവന്നത് റിനി ആൻഡ് ജോർജ് എന്ന് പറയുന്ന നേരത്തെ മലയാളത്തിലെ 2 മാധ്യമങ്ങളിൽ പ്രവർത്തിച്ചിട്ടുള്ള, ഇപ്പൊ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള മാധ്യമ പ്രവർത്തകയും നടിയുമായ ഒരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടി VD സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവുമായി നല്ല സൗഹൃദത്തിലാണ്. ഞാൻ അടിവരയിട്ട് പറയുന്നു, കളങ്കമില്ലാത്ത സൗഹൃദം. അങ്ങനെ തന്നെ ഞാൻ പറയുന്നു, അത് ആവർത്തിക്കുന്നു. അതിനെ മറ്റൊരു രൂപത്തിൽ ഒരാളും കാണാൻ പാടില്ല. കാരണം VD സതീശന്റെ ജന്മദിനത്തിൽ റിനി ആൻഡ് ജോർജ് അവിടെ വരുന്നുണ്ട്. റിനി ആൻഡ് ജോർജിന്റെ ജന്മദിനത്തിന് VD സതീശൻ അവിടെ വരുന്നുണ്ട്. VD സതീശൻ തന്നെ പറയുന്നു, എനിക്ക് മകളെ പോലെയാണ് റിനി ആൻഡ് ജോർജ്, പവിത്ര ബന്ധമാണ്, എനിക്കും അതിൽ സംശയമില്ല. ആ പവിത്ര ബന്ധമുള്ള മകളെ പോലെയുള്ള റിനി ആൻഡ് ജോർജ് ഈ സമൂഹത്തോട് പറയുന്നു, ഞാൻ നേരത്തെ ഉത്തരവാദിത്തപ്പെട്ടവരോട് ഈ പരാതി പറഞ്ഞിട്ടുണ്ട്. റിനി ആൻഡ് ജോർജിന്റെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട സുഹൃത്ത് അല്ലെങ്കിൽ പിതാവിന്റെ സ്ഥാനത്ത് കാണുന്നത് VD സതീശനല്ലേ? ഈ VD സതീശനോട് ഇത് നേരത്തെ പറഞ്ഞിട്ടില്ലേ? നേരത്തെ ഇത് പറഞ്ഞപ്പോ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന കൊടും ക്രിമിനലിന്, ഗോവിന്ദസ്വാമി പോലും നാണിച്ചു പോകുന്ന കൊടും ക്രിമിനലിന് വളരാനുള്ള അവസരം VD സതീശനല്ലേ ഒരുക്കി കൊടുത്തത്? അവിടെ തടയേണ്ടതില്ലായിരുന്നു. എന്തേ തടഞ്ഞില്ല? നമ്മൾ രമേശ് ചെന്നിത്തലയോടൊപ്പം ശശി തരൂരിനോടൊപ്പം എന്തിന് ജോഡോ യാത്രയിൽ രാഹുൽ ഗാന്ധിയോടൊപ്പം കാണുന്നു, കോൺഗ്രസിന്റെ പ്രമുഖരായ നേതാക്കളോടൊപ്പം റിനി ആൻഡ് ജോർജിനെ കാണുന്നു. ഞാൻ അതെല്ലാം നല്ല സൗഹൃദമായി, ഹൃദയത്തിൽ തട്ടി ഞാൻ പറയുന്നു, നല്ല സൗഹൃദമായി മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പൊ കോൺഗ്രസ് ജയിക്കണം, എന്തിന് VD സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി കാണണം എന്നാഗ്രഹിച്ചുകൊണ്ട് പോസ്റ്റ് ഇട്ട് തീർച്ചയായും ഞാൻ തിരിച്ചെത്താം. സജീവൻ, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ കൂടി ചേരുകയാണ്. ശ്രീ സജീവൻ, എന്താണിത്? ഒരു പരിചയമുള്ള പെൺകുട്ടികൾക്കെല്ലാം അശ്ലീലമായ മെസ്സേജ് അയക്കുക, ചതിച്ച് വിവാഹ വാഗ്ദാനം നൽകി ഗർഭിണിയാക്കുക, അതിനുശേഷം ഗർഭഛിദ്രത്തിന് അവരോട് നിയമവിരുദ്ധമായി സമ്മർദ്ദം ചെലുത്തുക, ഭീഷണിപ്പെടുത്തുക, ഇങ്ങനെയൊക്കെ നടത്തിയ ഒരാൾ രാഷ്ട്രീയ കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ MLA ആയി തുടരുന്നു എന്നതിലെ അനൗചിത്യം അത് കേരളം ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന വേളയിൽ എന്തിനാണ് കോൺഗ്രസിൻ്റെ ഈ നേതാക്കന്മാർ ആ ഒരു വ്യക്തിയെ, അങ്ങനെ കളങ്കിതനായ ഒരു വ്യക്തിയെ ഇങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്? കോൺഗ്രസിലെ പല നേതാക്കന്മാരും, പ്രത്യേകിച്ച് വനിതാ നേതാക്കന്മാര് ആദ്യഘട്ടത്തില് രാഹുലിന്റെ തല വെട്ടണം, രാഹുൽ രാജിവെക്കണം എന്ന രീതിയിൽ വളരെ ശക്തമായിട്ട് രംഗത്ത് വന്നപ്പോ വളരെ ആശ്വസിച്ചിരുന്നു. കാരണം രാഹുൽ രാജിവെക്കുക എന്നുള്ളതല്ല, ധാർമ്മികത ഉയർത്തിപ്പിടിക്കാൻ കോൺഗ്രസിനകത്ത് നേതാക്കന്മാർ കുറച്ചെങ്കിലും ഉണ്ടല്ലോ എന്നുള്ള ധാരണ നമുക്കുണ്ടായിരുന്നു.
പല വനിതാ നേതാക്കന്മാരും വളരെ ശക്തമായിട്ട് രാഹുലിന്റെ രാജി ആവശ്യപ്പെട്ടു. നമ്മൾ വിചാരിച്ചു സ്വാഭാവികമായിട്ടും അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു. പിന്നാലെ തന്നെ അദ്ദേഹം MLA സ്ഥാനവും കൂടി രാജിവെക്കേണ്ടതാണ്. കാരണം ഒരാളല്ല രാഹുലിനെതിരെ പരാതി ഉന്നയിച്ചിട്ടുള്ളത്. പലപ്പോഴും അങ്ങനെ ആരോപണങ്ങളൊക്കെ ഉണ്ടാവും. ഇത് വളരെ കൃത്യമായ തെളിവുകളോട് കൂടിയിട്ട് പല ആളുകളും ആരോപണങ്ങളുമായിട്ട് വരികയാണ്. അതും ചെറിയ രൂപത്തിലെ ആരോപണമല്ല, വളരെ രൂക്ഷമായ രൂപത്തിൽ, ഒന്നിനൊന്ന് ഭീകരമായ രൂപത്തിലുള്ള ആരോപണങ്ങളാണ് വരുന്നത്. ഇങ്ങനെ ഉണ്ടാകുമ്പോൾ രാജിവെക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്ന വളരെ വളരെ സീനിയർ ആയിട്ടുള്ള നേതാക്കന്മാരും വനിതാ നേതാക്കന്മാരും ഒക്കെ ഉണ്ട്. അവരൊക്കെ പെട്ടെന്നാണ് സ്വിച്ച് ഓഫ് ചെയ്ത പോലെ ഇതിൽ നിന്ന് പിന്മാറുന്നത്. അതെന്തുകൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. ഇത് വളരെ കൃത്യമായിട്ടും എന്താണ് അതിന് കാരണം അവരാണ് പറയുന്നത്. അതാണ് ഈ ശ്രീ എ സജീവൻ ഇന്നിപ്പോ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എന്നതുപോലെ പത്മജ വേണുഗോപാൽ, മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ കരുണാകരൻ, മുൻ മുഖ്യമന്ത്രിയുടെ മകൾ, മുതിർന്ന മുൻ കോൺഗ്രസ് നേതാവ്, അവർ തന്നെ പറയുകയാണ്, ഷാഫി പറമ്പിലിൻ്റെ അടക്കം പേരുകൾ എടുത്തു പറഞ്ഞാണ് അവർ പറയുന്നത്, അവർക്കൊക്കെ മറയ്ക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് പലതും പേടിക്കാനുണ്ട് എന്ന്. തീർച്ചയായിട്ടും അങ്ങനെ സംശയിക്കേണ്ടിയിരിക്കുന്നു. പത്മജ വേണുഗോപാൽ പറഞ്ഞത് അവർക്ക് തന്നെ അറിയാവുന്ന പല തെളിവുകളും കഥകളും ഉണ്ടെന്നാണ് അവർ പറയുന്നത്. അവരടുത്ത് പല കോൺഗ്രസ് നേതാക്കന്മാരും പല ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു. കാരണം എന്തുകൊണ്ടാണ് രാഹുൽ, നമ്മൾ ഒരാൾ രാജിവെക്കുന്നു, അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുന്നു, അത് രാജിവെക്കുന്ന ഒരാൾക്ക് അദ്ദേഹം പറയുന്നത് തന്നെ എന്നോട് ആരും രാജിവെക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം രാജിവെക്കുന്നത് താൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ്. തെറ്റ് ചെയ്തില്ല അദ്ദേഹം അത് രാജിവെക്കേണ്ട കാര്യമില്ലല്ലോ. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ ഭാരവാഹിത്വം മാത്രമാണ്. അതല്ല ഇവിടെ ജനപ്രതിനിധിയാണ്. ഇങ്ങനെ ഒരു ആരോപണ വിധേയനായിട്ടുള്ള ജനപ്രതിനിധി ആദ്യം രാജിവെക്കേണ്ട അതാണ്, പാർട്ടി സ്ഥാനമല്ല. പാർട്ടി സ്ഥാനത്തിൽ അദ്ദേഹം ഇരുന്നാലും ഇല്ലെങ്കിലും അത് നാട്ടുകാരെ ബാധിക്കുന്ന പ്രശ്നമല്ല. അതേ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റോ അഖിലേന്ത്യാ പ്രസിഡന്റോ കോൺഗ്രസിന്റെ തന്നെ പ്രസിഡന്റ് ആയാലും നമുക്കത് നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. ഇത് ആരോപണം ഉണ്ടായിട്ട് അത് രാജിവെക്കുന്നു. പക്ഷെ ഇപ്പുറത്ത് ജനപ്രതിനിധിയിൽ നിന്നുള്ള ഒരു അവസ്ഥയിൽ നിന്ന് അവർക്ക് പോകാൻ പഠിക്കുന്നു. കാരണം എനിക്ക് തോന്നുന്നത് ഇത് ഈ ഒരു ആദ്യഘട്ടത്തിൽ അദ്ദേഹം രാജിവെച്ചു, ഇത് അല്പം ഭയന്ന് രാജിവെച്ചെങ്കിൽ പോലും താൻ രാജിവെക്കേണ്ടല്ല, തന്നോട് രാജിവെക്കാൻ പറയാൻ നിർബന്ധിക്കാൻ ധൈര്യമുള്ള ആരുമില്ല എന്ന ഒരു ഉറപ്പുണ്ടായിരിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മാത്രമല്ല, എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം, ഇന്ന് VD സതീശൻ എത്തി ന്യായീകരിച്ചു. ആദ്യം കർശന നടപടി ഉണ്ടാകും, ഒരു പ്രൊട്ടക്ഷനും ഉണ്ടാകില്ല, കർശന നടപടി ഉണ്ടാകും, രാജി എന്ന് സൂചിപ്പിക്കുന്നതെല്ലാം. ഇപ്പോൾ ചോദിക്കുന്നത് ആര് പറഞ്ഞു രാജി എന്ന്, അങ്ങനെ പറഞ്ഞോ എന്ന്. എന്നിട്ട് അദ്ദേഹം പറയുന്ന കാര്യം വളരെ വേദനയോടുകൂടിയാണത്രേ ഈ രാഹുൽ മാങ്കൂട്ടം എന്ന സഹപ്രവർത്തകനെതിരെ നടപടിയെടുത്തത്. പെൺകുട്ടികളെ പിച്ചി ചീന്തി അവരുടെ ഗർഭം ഛിദ്രം ചെയ്യാൻ നിർബന്ധിക്കുന്ന ഒരു നേതാവിനെ വേദനയോടുകൂടിയാണ് അത്രേ പുറത്താക്കിയത്. ഈ പിതൃവാത്സല്യമുള്ള ആൾ, ഈ പിതൃവാത്സല്യത്തിൽ നടപടിയെടുത്തു പരാതിക്ക് എന്നൊക്കെ പറഞ്ഞ ആൾ പറയുകയാണ്, പ്രിയങ്കാ ഗാന്ധിയും സോണിയാഗാന്ധിയും ഇന്ദിരാഗാന്ധിയും ഒക്കെ നേതാവായുള്ള ഒരു കോൺഗ്രസിനെ പോലൊരു വലിയ പ്രസ്ഥാനത്തിൻ്റെ കേരളത്തിലെ ഘടകം പറയുകയാണ് വേദനയോടുകൂടിയാണ് അത്രേ നടപടിയെടുത്തത്. പെൺകുട്ടികളെ പിച്ചിച്ച് അധമ രാഷ്ട്രീയക്കാരന് അദ്ദേഹം വേദനയോടുകൂടി നടപടിയെടുത്തത് പറയുന്നത് മാത്രമല്ല, അദ്ദേഹം രാഹുലിനെതിരെ ചോദ്യം ചോദിക്കുന്ന മാധ്യമപ്രവർത്തകരോട് അതിരൂക്ഷമായ രൂപത്തിലാണ് പ്രതികരിക്കുന്നത്. ചന്തയിൽ പോയി ചോദിക്കുന്ന രീതിയിലൊക്കെയാണ്. ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ താങ്കൾ പറഞ്ഞ പോലെ ഞാൻ എൻ്റെ മകളെ പോലെയാണ് പരാതിക്കാരിയെ കാണുന്നത് എന്ന് പറഞ്ഞ സതീശൻ, അദ്ദേഹം അതുമാത്രമല്ല, പിതാവിനെ പോലെ ഞാൻ നടപടിയെടുക്കും, മുഖം നോക്കാതെ നടപടിയെടുക്കും, ഏതൊരു വ്യക്തിയാണെങ്കിലും കർക്കശമായ നടപടിയിലേക്ക് പോകും എന്ന് പറഞ്ഞ സതീശൻ പിന്നീട് ചോദ്യം ചോദിക്കുമ്പോൾ എന്തുകൊണ്ട് അദ്ദേഹത്തിന്റെ MLA സ്ഥാനം നിലനിർത്തുന്നു എന്ന് ചോദിക്കുന്ന സമയത്ത് ചന്തയിൽ പോയി ചോദിക്കും, നിങ്ങളോട് പറയാൻ എനിക്ക് മനസ്സില്ല എന്തിനാണ് അദ്ദേഹം ഇത്തരത്തിൽ ഗർവിക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. പോലെയാണ് അതിനേക്കാൾ ഒരു തമാശയുള്ളത്, ഇത്രയും രൂക്ഷമായിട്ടുള്ള കാര്യമാണ് ഈ വ്യക്തിയുടെ ഭാഗത്ത് ഉണ്ടായതെന്ന് AICC ജനറൽ സെക്രട്ടറി, സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള KC വേണുഗോപാൽ പറയുമ്പോൾ അങ്ങനെ പറയുന്ന അത്ര വളരെ കർക്കശമായ നടപടി ആവശ്യമായ ഒരു പരാതിയാണ് ഉണ്ടായിട്ട് അങ്ങനെ നടപടി ഇദ്ദേഹത്തിന്റെ ഭാഗത്ത് ഉണ്ടായ തെറ്റായ കാര്യങ്ങളാണ് എന്ന് AICC ജനറൽ സെക്രട്ടറി പറയുമ്പോൾ പോലും ഇത് വേദനയോടുകൂടി നടപടിയെടുക്കുന്നത് പറയുമ്പോൾ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ അദ്ദേഹം ആദ്യം പറഞ്ഞാൽ മതി, എനിക്ക് മകളെ പോലെയല്ല മകന് വേണ്ടിയിട്ട് പറഞ്ഞാൽ മതി. സ്വാഭാവികമായിട്ടും
ആദ്യഘട്ടത്തിൽ പറഞ്ഞതെല്ലാം ഒറ്റയടിക്ക് വിഴുങ്ങുന്ന രൂപത്തിലേക്ക് കോൺഗ്രസിന്റെ നേതാക്കന്മാർ സ്ഥാനത്തിരിക്കുന്ന ഭാരവാഹിത്വത്തിലിരിക്കുന്ന ആളുകൾ പ്രവർത്തിക്കുന്നു. അതേ സമയത്ത് തന്നെ ഇത് രൂക്ഷമായിട്ട് നടപടി വേണമെന്നാവശ്യപ്പെട്ട് രംഗത്ത് വന്നിട്ടുള്ള വനിതാ നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോൾ മൗനികളായിട്ട് മാറുകയും ചെയ്തു. അത് വളരെ വിരോധാഭാസമായിട്ടാണ് തോന്നുന്നത്. തീർച്ചയായും ഞാനിപ്പോൾ കോൺഗ്രസ് സഹയാത്രികൻ കൂടിയായ മാധ്യമപ്രവർത്തകൻ ശ്രീ പി റജിയിലേക്ക് കൂടി പോവുകയാണ്. ശ്രീ റജി, എന്താണ് കോൺഗ്രസിൽ നടക്കുന്നത്? ഇങ്ങനെ ഒരു പെൺകുട്ടിയല്ല, പെൺകുട്ടികളെ ക്രൂരമായി പീഡിപ്പിച്ച, ഗർഭഛിദ്രത്തിന് നിർബന്ധിക്കുന്ന ഒരാൾക്കെതിരെ നടപടിയെടുക്കുമ്പോൾ എന്ത് വേദനയാണ് വി.ഡി. സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിന് തോന്നുന്നത്? അതും പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന നടപടി, രാജിവെപ്പിച്ചിട്ടില്ല എന്നിട്ടും. നോക്കൂ, ഈ കേരളത്തിൽ ധാർമ്മികത ഏറ്റവും കൂടുതൽ ഉയർത്തിപ്പിടിക്കുന്ന ഒരു പ്രസ്ഥാനം എന്ന് പറയുന്നത് ഇന്റർനാഷണൽ കോൺഗ്രസ് ആണ്. ഈ ഒരു ആരോപണം നോക്കൂ, ഞാൻ ഒറ്റ കാര്യം പറയട്ടെ. ഈ ഒരു ആരോപണം ഉയർന്നു വന്ന ഉടൻ സംസ്ഥാന പ്രസിഡന്റ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് പദം അദ്ദേഹം രാജിവെച്ചു. അതിനുശേഷം കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വം സസ്പെൻഡ് ചെയ്തു അനിശ്ചിതകാലത്തേക്ക്. പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇനി പറഞ്ഞിട്ടുണ്ടോ? ഏത് കാലത്ത് എത്ര കാലം വരെയും ആകാം. സസ്പെൻഷൻ നടത്തിയിട്ടുണ്ട്, അദ്ദേഹത്തെ അറിയിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു KPCC പ്രസിഡന്റ്. പക്ഷേ ആ സസ്പെൻഷൻ എത്ര നാൾ? ആ സസ്പെൻഷന്റെ സാധുത എന്താണ്? അക്കോർഡിംഗ് ടു കോൺഗ്രസ് ബൈലോയെ സംബന്ധിച്ച് തന്നെ, കോൺഗ്രസിന്റെ ഭരണഘടന അനുസരിച്ച് തന്നെ അങ്ങനെ ഒരു സസ്പെൻഷൻ നിലനിൽക്കുമോ? കാരണം പറയാതെയുള്ള ഒരു സസ്പെൻഷൻ നിലനിൽക്കുമോ? ആ സസ്പെൻഷന്റെ കാലാവധി എന്ത്? വിപ്പ് അടക്കമുള്ള കാര്യങ്ങൾ രാഹുലിന് ബാധകമാകില്ലേ? നിയമസഭാ അംഗം എന്ന നിലയിൽ, കോൺഗ്രസിൻ്റെ നിയമസഭാ അംഗം എന്ന നിലയിൽ അദ്ദേഹം പാലക്കാടിനെ പ്രതിനിധീകരിക്കുമ്പോൾ ഈ സസ്പെൻഷൻ എങ്ങനെ പാർട്ടി തലത്തിൽ സാധുത കൽപ്പിക്കപ്പെടും? ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള നടപടി. ഇന്ന് സാഹിത്യകാരൻ ബെന്യാമിൻ പറഞ്ഞിട്ടുണ്ട്, പി റജി, ഇങ്ങനെ ന്യായീകരിക്കരുത്. ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോളട്ടെ. അങ്ങ് ഇത്ര ക്രൂരമായിട്ട് ആ ചെറുപ്പക്കാരനെതിരെ ആരോപണം ഉന്നയിക്കുകയും വളരെ സീരിയസ് ആയി എന്റെ ഒരു ചോദ്യം ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ കേരളത്തിൽ എവിടെയെങ്കിലും ഒരു FIR അല്ലെങ്കിൽ ഒരു പരാതി ആ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉന്നയിച്ചിട്ടുണ്ടോ? രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ടോ? പിന്നെന്തിനാണ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ രാജിവെച്ചത്? പിന്നെന്തിനാണ് കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാജിവെച്ചത്? വെളിപാടിന്റെ അടിസ്ഥാനത്തിലാണോ? ഒരു പരാതിയുമില്ലല്ലോ. ധാർമ്മികത അങ്ങനെയാണെങ്കിൽ ആ ധാർമ്മികത എന്താണ് MLA പദവിയിൽ വരാത്തത്? ആ ധാർമ്മികത എന്താണ് MLA പദവിയിൽ വരാത്തത്? പി റജി, നോക്കൂ, ഇപ്പോൾ LDFിലെ പാർലമെന്ററി പാർട്ടിയിൽ FIR രജിസ്റ്റർ ചെയ്ത കുറ്റപത്രം കൊടുത്ത ഒരു MLA ഉണ്ട്. അദ്ദേഹത്തിനെതിരെ എന്തുകൊണ്ടാണ് ഈ ഇത്തരത്തിലുള്ള നിങ്ങൾ ഉണ്ടല്ലോ, നിങ്ങളുടെ കോവള MLA ഉണ്ടല്ലോ, നിങ്ങളുടെ എൽദോസ് കുന്നപ്പള്ളി ഉണ്ടല്ലോ, മുഖ്യമന്ത്രിയുടെ എൽദോസ് കുന്നപ്പള്ളി ഉണ്ടല്ലോ, അവരൊന്നും രാജിവെക്കണമെന്നല്ലോ പറയുന്നത്. ആ നിയമ നടപടി പൂർത്തിയാകട്ടെ എന്നാണ്. ഇത് ആരോപണമല്ല, ഇത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നിരവധി പെൺകുട്ടികളോട് പടർന്നൊഴുകുകയല്ലായിരുന്നോ ഈ അശ്ലീലം? പടർന്നൊഴുകുകയല്ലായിരുന്നോ? അവർക്ക് നിയമ നടപടി സ്വീകരിക്കാമല്ലോ, എന്തുകൊണ്ട് ചെയ്യുന്നില്ല? ഒരു പരാതി രജിസ്റ്റർ ചെയ്യട്ടെ. ആ നിമിഷം ഇനിയും ഫർദറായിട്ട് എന്തെങ്കിലും നടപടി പാർട്ടി സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ ഇല്ല. പി റജി, ഞാൻ ചോദിക്കുന്ന ഒറ്റ കാര്യമാണ്. റജി, ഞാൻ ചോദിക്കുന്ന ഒറ്റ കാര്യമാണ്. MLA സ്ഥാനം നിങ്ങളുടെ യൂത്ത് കോൺഗ്രസിന്റെ തലപ്പത്തിരിക്കാൻ യോഗ്യനല്ല, നിങ്ങളുടെ പാർട്ടി അംഗമായിരിക്കാൻ യോഗ്യനല്ല. പിന്നെ എങ്ങനെയാണ് പാവം പാലക്കാട് ജനതയെ അദ്ദേഹം പ്രതിനിധീകരിക്കുന്നത്? എന്ത് യുക്തിയാണ് റജി? നോക്കൂ, ഒരു ഡസനോളം ആളുകൾ CPM-ൽ ആരോപണം നേരിടുന്ന ഒരു ഘട്ടത്തിലാണ് അങ്ങ് കോൺഗ്രസിനെതിരെ ഈ പറയുന്നത് ശരിയാണോ? ഒരു ആരോപണം സാധാരണഗതിയിൽ റജി, ഒരു ആരോപണം ഉണ്ടായാൽ അതിനൊരു നിയമ സംവിധാനമുണ്ട് ഇവിടെ. അതിൻ്റെ പന്ഥാവിൽ അത് സഞ്ചരിക്കും. ഇവിടെ അങ്ങനെ കേസും വഴക്കും അതിൻ്റെ പ്രശ്നങ്ങൾ പോകുന്ന വിൻസെന്റ് MLA ഉണ്ട്, അതുപോലെ തന്നെ എൽദോസ് കുന്നപ്പള്ളി ഉണ്ട്. ഇവിടെ ആരും പറയുന്നില്ലല്ലോ MLA സ്ഥാനം രാജിവെക്കണമെന്ന്. ഇവിടെ പറയുന്നത് എന്തുകൊണ്ടാണ്? പടർന്നൊഴുകുകയായിരുന്നു പെൺകുട്ടികളോട് അശ്ലീലം പറഞ്ഞ്. നിരവധി പേർ സ്ക്രീൻഷോട്ടുകൾ. എന്തിന്? ഗർഭഛിദ്രത്തിന്. റജി, അങ്ങനെ സാങ്കേതികമായി പറഞ്ഞാൽ അപഹാസ്യരാകുന്നത് നിങ്ങളാണ്, നിങ്ങളുടെ പക്ഷമാണ്.
ഈ ഒരു പെൺകുട്ടിയെ ഗർഭഛിദ്രം നടത്തൂ എന്ന് ഒന്നല്ല 2 ഓഡിയോ ക്ലിപ്പിങ്ങുകളാണ് അതിൻ്റെ പുറത്തെത്തിയത്. രാഹുലിൻ്റെ ശബ്ദം, രാഹുൽ മാങ്കൂട്ടം എന്ന പാലക്കാടൻ MP-യുടെ ശബ്ദം, ആ ശബ്ദത്തിലാണ് കാര്യങ്ങൾ പുറത്തെത്തുന്നത്. അപ്പോഴവിടെ ആരോപണമല്ല, അത് തെളിവുകളാണ്. ശ്രീ നാസർ കൊളായി, പാർട്ടിയുടെ നടപടി ഇത്ര വേദനിപ്പിക്കുന്ന രീതിയിൽ പാർട്ടി അംഗത്വം ഒഴിവാക്കി, പാലക്കാടൻ MLA എന്ന സ്ഥാനം ഒഴിവാക്കുന്നതിലേക്ക് പോകേണ്ട കാര്യം ഇപ്പോൾ ഇല്ല. നിയമപരമായി പരാതി എത്തിയിട്ടില്ല. അവർ പറയുന്നത് ശരിയാണോ? ഇതാണ് ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ കോൺഗ്രസിന്റെ പ്രതിനിധി റെജിയുടെ സംസാരം കേൾക്കുകയായിരുന്നു. അദ്ദേഹം ഒരേ സമയത്ത് പറയുന്നു, ഞങ്ങൾക്ക് ഒരു ബാധ്യതയും രാഹുൽ മാങ്കൂട്ടത്തിനോടില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെ ഞങ്ങളുടെ പാർട്ടി സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. എന്തിനാണ് റെജി പിന്നെ സസ്പെൻഡ് ചെയ്ത രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയിട്ട് താങ്കൾ ഇങ്ങനെ വാദിക്കുന്നത്? താങ്കൾ പറയാണ് ഒരു പരാതിയും കിട്ടിയിട്ടില്ല, അതുകൊണ്ട് പിന്നെ നടപടി എടുക്കേണ്ടതില്ല എന്നൊക്കെയാ പറയുന്നത്. കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു എന്ന് നിങ്ങൾ തന്നെ പറയുന്നു. അപ്പൊ നിങ്ങളുടെ മനസ്സ് തന്നെ ഇപ്പൊ ഇവിടെ സംസാരിക്കുന്ന റെജിയുടെ മനസ്സ് തന്നെ കോൺഗ്രസിൽ നിന്ന് പോയിട്ട് കോൺഗ്രസുകാരന്റെ മനസ്സിൽ നിന്ന് പോലും ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ സസ്പെൻഡ് ചെയ്തിട്ടില്ല. ഇവിടെ നേരത്തെ പറഞ്ഞതൊക്കെ ഇയാൾ റെജി കേട്ടിട്ടുണ്ടോന്ന് അറിഞ്ഞൂടാ. പല ആരോപണങ്ങളും പലരുടെ പേരിലും വന്നിട്ടുണ്ട്. പക്ഷെ ഇത് തുടർച്ചയായി നിങ്ങളുടെ പിന്നെ AICCയുടെ നേതാവ് KC വേണുഗോപാലിന്റെ ഭാര്യ പറഞ്ഞെന്താണ്? സ്ത്രീകൾക്ക് ഭയം കൊണ്ട് പുറത്തിറങ്ങാൻ പേടിയാണ്. ഞങ്ങള് ഇതുവരെ ഇങ്ങനെ ഒന്നും കേട്ടില്ല. ഒരു വ്യക്തിയെ കുറിച്ച് മാധ്യമങ്ങൾ ദിവസവും പുറത്തു വിടുന്ന വാർത്തകൾ ആശങ്കപ്പെടുത്തുന്നതാണ്. പെൺകുട്ടികളെ സ്നേഹം നടിച്ച് വലയിൽ വീഴ്ത്താൻ പറ്റുമെന്നും പെട്ടെന്ന് മാഞ്ഞു പോകുന്ന മെസ്സേജുകൾ അയക്കാൻ പറ്റുമെന്നും ഗൂഗിൾ പേയിലും മെസ്സേജ് അയക്കാമെന്നും സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റാത്ത വിധത്തിൽ മെസ്സേജുകൾ അയക്കാമെന്നും മറഞ്ഞിരുന്ന് വീഡിയോകൾ ചെയ്യാൻ പറ്റുമെന്നൊക്കെ വാർത്തകളിലൂടെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു പുതിയ കണ്ടുപിടുത്തം. ഇതുവരെ ഇങ്ങനെ ആരും ചെയ്തതായിട്ട് കണ്ടിട്ടില്ല. ആരാ പറയുന്നത്? KC വേണുഗോപാലിന്റെ ഭാര്യ പറയാണ്, ഞങ്ങൾ സ്ത്രീകൾക്ക് പുറത്തിറങ്ങാൻ നിവൃത്തിയില്ല. അതുപോലെ തന്നെ ഉമാ തോമസ് അടക്കമുള്ളവർ പറയുന്നു, ഞങ്ങളുടെ പെൺകുട്ടികൾക്ക് പുറത്തിറങ്ങാൻ നിവൃത്തിയില്ല. ഇപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ സസ്പെൻഡ് ചെയ്തു കോൺഗ്രസിൽ നിന്ന്. ഞാൻ ഈ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് പോന്നിട്ട് 10-18 വർഷമായിട്ടുള്ളൂ. 2008 വരെ കോൺഗ്രസിൽ പ്രവർത്തിച്ച മനുഷ്യനാണ്. എന്താ കോൺഗ്രസിന്റെ ഭരണഘടന? കോൺഗ്രസിന്റെ ഭരണഘടന പ്രകാരം ഒരാളെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്താൽ അതിന് കാലാവധി പറയണം. ഇപ്പൊ റെജി പറയുന്നു യാതൊരു അന്തവും കുന്തവും ഇല്ലാതെ അനന്തകാലത്തേക്ക് സസ്പെൻഡ് ചെയ്തു. നിങ്ങൾ കാണിച്ചു തരും ആ വരി. നിങ്ങളൊരു കാര്യം പറയുമ്പോൾ അതിന് കൃത്യമായ ഒരു രേഖ വേണ്ടേ? ആ സസ്പെൻഷൻ ഉത്തരവ് നിങ്ങളൊന്ന് കാണിച്ചു തരൂ. അതിലെവിടെയെങ്കിലും കാലാവധി പറയുന്നുണ്ടോ? ഇല്ല. കാലാവധി പറയാതിരുന്നാൽ ഇന്നലെ ആണ് നിങ്ങളുടെ ഉത്തരവെന്ന് എന്ന് പറഞ്ഞാൽ ആഗസ്റ്റ് 25-ന് കാലാവധി ഇല്ലാതെ പറഞ്ഞാൽ ഒരു മാസം സെപ്റ്റംബർ 25-ന് ഇയാൾ ഓട്ടോമാറ്റിക്കലി കോൺഗ്രസിലേക്ക് തിരിച്ചു വരും. മാത്രമല്ല കോൺഗ്രസിൽ നിന്ന് ഒരാൾ സസ്പെൻഡ് ചെയ്യുമ്പോൾ അയാൾ കോൺഗ്രസുകാരനായി എന്തൊക്കെ നേടിയെടുത്തിട്ടുണ്ടോ അതിൽ നിന്നൊക്കെ ഒഴിവാക്കണം. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി കൈപ്പത്തി ചിഹ്നത്തിൽ പാലക്കാട് മത്സരിച്ചവനാണ് രാഹുൽ. അതുകൊണ്ട് കോൺഗ്രസിൽ നിന്ന് പുറത്താക്കുമ്പോൾ രാഹുലിനോട് നിങ്ങൾ ആവശ്യപ്പെടണം, പാലക്കാട് രാജിവെക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് രാഹുലാണ്. അപ്പൊ പാലക്കാട് രാജിവെക്കണം എന്ന് രാഹുലിനോട് നിങ്ങൾ പറയണം. കാരണം എന്താ? നിങ്ങൾ പറയാണ് ഞങ്ങൾ കോൺഗ്രസിന് സസ്പെൻഡ് ചെയ്തു. അങ്ങനെ സസ്പെൻഡ് ചെയ്ത ആള് ധാർമ്മികമായും പാലക്കാട് തുടരാൻ പാടുണ്ടോ? എന്തുകൊണ്ട് നേരത്തെ ഇവിടെ അജിം ഷാദി ചോദിച്ചതുപോലെ ഒരു പെറ്റി കേസും ആരും പരാതി പറഞ്ഞില്ല എന്ന് പറഞ്ഞു? കേസുകളുണ്ട്, വ്യക്തികളോടുത്ത കേസുകളുണ്ട്, പിന്നെ വനിതാ കമ്മീഷൻ എടുത്ത കേസുകളുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഈ കേസുകളൊന്നുമില്ലാതെ എന്തിനാണ് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഇയാൾ രാജിവെച്ചതാണെന്നും വെപ്പിച്ചതാണെന്നും നിങ്ങളൊരു തീരുമാനത്തിലെത്തിയാൽ മതി. ഞാൻ സ്വയം വെച്ചതാണെന്ന് രാഹുൽ പറയുന്നു, വെപ്പിച്ചതാണെന്ന് കോൺഗ്രസ് പറയുന്നു. അതിന്റെ ഉടമസ്ഥാവകാശം നിങ്ങൾ തീരുമാനിച്ചാൽ മതി. ശരി, കോൺഗ്രസിൽ നിന്ന് രാജിവെപ്പിച്ചു. അത് കഴിഞ്ഞ് നിങ്ങൾ കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. അപ്പൊ കോൺഗ്രസിന് പറ്റില്ല. ആദ്യം പറഞ്ഞു യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആവാൻ പറ്റില്ല. രണ്ടാമത് പറഞ്ഞു കോൺഗ്രസിൽ ഇയാളെ കൊണ്ടു നടക്കാൻ പറ്റില്ല. അങ്ങനെ കോൺഗ്രസിന് കൊണ്ടു നടക്കാൻ പറ്റാത്ത ഒരാളെ കോൺഗ്രസ് കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിപ്പിച്ച് പാലക്കാട് ജനങ്ങളുടെ തലക്ക് മുകളിൽ അടിച്ചേൽപ്പിച്ച നിങ്ങൾക്കൊരു ഉത്തരവാദിത്തല്ലേ? ഇതാ ഞങ്ങൾ പുറത്താക്കിയിരിക്കുന്നു ഇയാൾ ആളുടെ ഇടയിൽ കൊണ്ടുപോകാൻ പറ്റില്ല. ഞങ്ങളുടെ സ്ത്രീകളുടെ പിന്നെ KSUവിന്റെ പെൺകുട്ടികൾക്ക് ഇയാൾ അശ്ലീല മെസ്സേജ് അയച്ചിട്ടുണ്ട്. മുൻ MP-യുടെ മകൾക്ക് ഇയാൾ അശ്ലീല മെസ്സേജ് അയച്ചിട്ടുണ്ട്. കോൺഗ്രസ് സഹയാത്രികരുടെ കൂടെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടികൾ, അതായത് ഇപ്പൊ നമ്മൾ അവരുടെ ശബ്ദം മാത്രമേ കേട്ടുള്ളൂ. ഞാൻ മനസ്സിലാക്കുന്നു അവർ കോൺഗ്രസ് ആയിരിക്കും, അല്ലാതെ രാഹുലുമായിട്ട് പരിചയം ഉണ്ടാവില്ലല്ലോ. രാഹുലുമായി പരിചയപ്പെട്ട ആരാണെങ്കിലും ഇപ്പൊ ഹണി ഭാസ്കർ അവരുടെ സഹയാത്രിയല്ല, പക്ഷെ അവരെ അടക്കം അശ്ലീല സന്ദേശം അയച്ചു. പക്ഷെ കൂടെ അശ്ലീല സന്ദേശം അയച്ച് എങ്ങനെ വീഴ്ത്താൻ സാധിക്കുന്നത്? രാഹുൽ എന്ന മനുഷ്യന്റെ പ്രത്യേകത എന്താണ്? 2 പ്രത്യേകതയാണുള്ളത്.
ഒന്നയാൾ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റാണ്, രണ്ട് അയാൾ മെമ്പർ ഓഫ് ദ ലെജിസ്ലേറ്റീവ് അസംബ്ലി, അയാൾ ഒരു MLA ആണ്. ആ ഇത് ഉപയോഗിച്ചുകൊണ്ടാണ് ഇയാൾ ഈ പെൺകുട്ടികളൊക്കെ വശീകരിക്കുന്നത്. അല്ലാതെ സൗന്ദര്യത്തിന്റെ കാമദേവനൊന്നും അല്ലല്ലോ ഇയാൾ. കാമദേവനെ തോൽപ്പിക്കുന്ന കേളിവിലാസാണ് ഇയാൾ നടത്തുന്നത്. പക്ഷെ ഇയാളെ സൗന്ദര്യം ഒന്നും കണ്ടിട്ടല്ലോ. എങ്ങനെ ആളുകൾ ഇയാളെ പരിചയപ്പെടാൻ പോകുന്നത്? ജനപ്രതിനിധി എന്നുള്ള നിലയിലല്ലേ, കോൺഗ്രസിന്റെ നേതാവ് എന്നുള്ള നിലയിലല്ലേ. ഇപ്പൊ കോൺഗ്രസ് നേതൃസ്ഥാനത്ത് നിന്ന് ഇയാളെ ഒഴിവാക്കുന്നു, കോൺഗ്രസ് അംഗത്വത്തിൽ നിന്ന് ഒഴിവാക്കുന്നു. എന്നിട്ട് ഒരു നാണവും ഇല്ലാതെ റെജി എന്ന് പറയുന്ന കോൺഗ്രസ് പ്രവർത്തകൻ ഇവിടെ വന്നിട്ട് അയാൾക്ക് വേണ്ടി വീണ്ടും വാദിക്കുകയാണ്. അതാ രസം. എന്നിട്ട് ഹൃദയവേദനയോടുകൂടി എന്തിനാ ഇത്ര വേദനിക്കുന്നത് VD സതീശൻ? ഈ പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടികളോട് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ കൊല്ലണം, അല്ലെങ്കിൽ നിന്നെ ഞാൻ കൊല്ലും, നിന്നെ കൊല്ലാൻ സെക്കൻഡുകൾ മതി എന്ന് പറയുന്ന ഗോവിന്ദചാമിയെ തോൽപ്പിക്കുന്ന ഒരു കൊടും ക്രിമിനൽ, ആ ക്രിമിനലുടെ VD സതീശൻ ഹൃദയവേദനയോടുകൂടി ഇല്ലേ ഈ പീഡിപ്പിക്കപ്പെട്ട ഗർഭിണികളായ, അതിന്റെ പേരിൽ കൊല്ലുമെന്ന ഭീഷണി, വധഭീഷണി പോലും നിലവിലുള്ള പെൺകുട്ടികളോട് ഇയാൾക്ക് ഒരു പ്രശ്നമില്ല. മനസ്സിലായില്ലേ? കോൺഗ്രസുകാരുടെ കൂടെ വളരെ ആത്മാർത്ഥമായി നടന്ന റിനി ആൻഡ് ജോർജ്, അവരുടെ തഞ്ചരത്തിന് മുമ്പിൽ ഞാനൊരു ബിഗ് സല്യൂട്ട് കൊടുക്കുകയാണ്. അവരാണ് സത്യത്തിൽ ഇത് വെളിച്ചത്ത് കൊണ്ടുവന്ന്. നേരത്തെ പലർക്കും അറിയാം. ഞാൻ ചോദിക്കട്ടെ, ഈ രാഹുലും റാഫിയും തമ്മിലുള്ള ബന്ധം, ഷാഫിയും തമ്മിലുള്ള ബന്ധം നമ്മൾ പറയണം. രാഹുൽ ഒരു ഇന്റർവ്യൂവിൽ വളരെ കൃത്യമായി പറയുന്നു, എങ്ങനെ സ്വപ്ന സുരേഷിനും കൂടി ഒരു ബിഗ് സല്യൂട്ട് നൽകിയത്. സ്വപ്ന സുരേഷ് ഇന്ത്യ ഗവൺമെന്റ് ശിക്ഷിച്ച ഒരു കള്ളക്കടത്ത് കേസിലെ പ്രതിയായ സ്വപ്ന സുരേഷ് പറയുന്നതിന് നിങ്ങൾ എന്തിനാ? ഞാൻ ചോദിക്കട്ടെ, ഈ ഇവിടെ അതാണ് ഇരകളെയാണ് അല്ലെങ്കിൽ ഈ പരാതി പറയുന്നവരെയാണ് ഇവർ ആക്ഷേപിക്കുന്നത്. ഇതാണ് മുഴുവൻ സൈബർ ഇടങ്ങളിലും നാം കാണുന്നത്. ശ്രീ നാസർ കൊളായി, താങ്കൾ പറഞ്ഞു വന്നത് ഇപ്പോൾ റജി ഇടപെട്ട് തടസ്സപ്പെടുത്തിയതും അതുതന്നെയായിരുന്നു. എന്താണ്, താങ്കൾ പരാതിക്കാരിക്ക് ബിഗ് സല്യൂട്ട് നൽകുമ്പോൾ അവർ പേര് പോലും പറയാതെ ചില സൂചനകളിലൂടെയാണ് കാര്യങ്ങൾ അറിയിച്ചത്. അവരോട് ഫ്ലർട്ടിംഗ് നേച്ചറിൽ വളരെ മോശമായി പെരുമാറിയ രീതിയെ സംബന്ധിച്ച്, പരാതിപ്പെട്ട കാര്യത്തെ സംബന്ധിച്ചൊക്കെയാണ് അവർ പറഞ്ഞത്. അവരെക്കുറിച്ച് പറയുമ്പോൾ ഒരു ക്രിമിനലുമായി താരതമ്യം ചെയ്തിട്ടാണ് അവരെപ്പോലും കാണാനായിട്ട് ശ്രമിക്കുന്നത്, ഒരു പരാതിക്കാരിയായ പാവം പെൺകുട്ടിയെ. അതാണ് റജി അടക്കമുള്ളവരുടെ ഈ സൈബർ ഇടത്തെ സ്വഭാവം തന്നെയാണ് ഇവരിലൊക്കെ പ്രതിഫലിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ അജിംഷാദ്, എനിക്ക് എന്റെ നേരിട്ട അനുഭവം ഞാൻ പറയുന്നില്ല. റിനി ആൻഡ് ജോർജിനെതിരെ നടന്നിട്ടുള്ള സൈബർ ആക്രമണത്തെ കുറിച്ചും ഞാൻ പറയുന്നില്ല. ഉമാ തോമസ് ആരാണ്? PT തോമസിന്റെ ഭാര്യ, MLA. അവരെ കുറിച്ച് പറഞ്ഞത് ഇപ്പൊ എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഇവിടെ സ്ത്രീകളുണ്ട്, ഞാൻ എന്റെ വീട്ടിൽ നിന്നാണ് സംസാരിക്കുന്നത്, അതുകൊണ്ട് എനിക്കത് പറയാൻ പറ്റില്ല. ഉമാ തോമസിനെ കുറിച്ച് ഈ റജിയുടെ പാർട്ടിക്കാർ, ഇപ്പോഴുള്ള റജിയുടെ പാർട്ടിക്കാർ പറഞ്ഞെന്താണ്? റജി അവർക്കൊരു ബിഗ് സല്യൂട്ട് കൊടുക്കുന്നത്, അവർക്കൊരു ബിഗ് സല്യൂട്ട് കൊടുക്കുക. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്ത് നിന്ന് ഉമാ തോമസിനെ തെറി വിളിച്ച, ഇപ്പോഴും തെറി വിളിച്ചുകൊണ്ടിരിക്കുന്ന, കേട്ടാൽ ഇറക്കുന്ന ഭാഷയിൽ തെറി വിളിക്കുന്ന അവർക്കൊരു ബിഗ് സല്യൂട്ട് കൊടുക്കുന്നേ. അതല്ലേ വേണ്ടത്? ഇപ്പൊ VT ബൽറാം അടക്കമുള്ള സ്ഥലത്ത് വെച്ചിട്ട് മുൻ എം പിയുടെ മകളുടെ പേരിൽ അശ്ലീല സന്ദേശം അയച്ചു. റജിയുടെ ഭാഗക്കാരുടെ ഒരു കൂട്ടുകാരുണ്ട് രാഹുലിന്റെ കൂടെ വെക്കുന്നത്, അല്ലാത്ത അന്തസ്സുള്ള കോൺഗ്രസ്സുകാരുണ്ട്, അവര് തമ്മിൽ നിൽക്കുകയാണ്. നിങ്ങളുടെ നേതാവായിരുന്ന കരുണാകരൻ, ഞാൻ കോൺഗ്രസ്സിലായിരുന്നു, എന്റെ നേതാവ് കൂടിയായിരുന്നു കരുണാകരൻ. ആ കരുണാകരന്റെ മകൻ മുരളീധരൻ KPCCയുടെ പ്രസിഡന്റാണ്, ഇപ്പോഴും നിങ്ങളുടെ നേതാവാണ്. ആ KPCC പ്രസിഡന്റ് ആയിരുന്ന മുരളീധരന്റെ സഹോദരിയായ പത്മജയെ കുറിച്ച് രാഹുൽ പറഞ്ഞത് ബിഗ് സല്യൂട്ട് കൊടുക്കണം. മനസ്സിലായിട്ടില്ലേ? എന്താ പറഞ്ഞത്? DNA പരിശോധിക്കണം എന്നാ പറഞ്ഞത്, പിതൃത്വം പരിശോധിക്കണം പത്മജയുടെ. ബിഗ് സല്യൂട്ട് കൊടുക്കും നിങ്ങൾ രാഹുലിന്. അതാണ് ഇപ്പൊ റജി എന്നോട് പറഞ്ഞിട്ടുള്ളത്. ഞാൻ പറഞ്ഞു നിർത്തിയത് എവിടെയാണ്? നിങ്ങൾ സോളാർ മല്ലേലിൽ രാമചന്ദ്രൻ നായർ അറിയോ? ഇവിടെ മറ്റേ സ്വപ്ന സുരേഷിന് സല്യൂട്ട് കൊടുക്കണം എന്നല്ലോ. മല്ലേലിൽ രാമചന്ദ്രൻ നായർ എന്ന് പറയുന്ന കോൺഗ്രസ്സുകാരൻ, അയാൾക്ക് ബിഗ് സല്യൂട്ട് കൊടുക്കണം. എന്തിനാണ്? ഈ സോളാർ കേസ് കൊണ്ടുവന്നത് അയാളല്ലേ. തിരുവഞ്ചൂർ രാധാകൃഷ്ണന് ബിഗ് സല്യൂട്ട് കൊടുക്കണം. എന്തിനാ ബിഗ് സല്യൂട്ട് കൊടുക്കുന്നത്? മുഖ്യമന്ത്രിയുടെ, ഉമ്മൻചാണ്ടിയുടെ PAയും പ്രൈവറ്റ് സെക്രട്ടറിയും എല്ലാം അറസ്റ്റ് ചെയ്ത ആരാണ്? ഈ സോളാർ കേസ് അന്വേഷണ കമ്മീഷനെ വെച്ചതാരാണ്? ബിഗ് സല്യൂട്ട് കൊടുക്കണം. നിങ്ങൾ അവിടെ മാത്രം നിർത്തരുത്. ബെന്നി ബഹനാൻ ബിഗ് സല്യൂട്ട് കൊടുക്കണം, പാലോട് രവി ബിഗ് സല്യൂട്ട് കൊടുക്കണം. അപ്പൊ നിങ്ങൾ ബിഗ് സല്യൂട്ട് കൊടുക്കേണ്ട കുറെ ആളുകളുണ്ട്. നിങ്ങളിപ്പോ ചെയ്യുന്ന എന്താണ്? ഇതൊക്കെ നിങ്ങൾ എന്തിനിങ്ങനെ വാശി പിടിക്കുന്നു? ഉത്തരം പറയൂ. ആൾക്ക് വേണ്ടി എന്തിനു വാശി പിടിക്കുന്നു? ഞാൻ മറുപടി നൽകാം. പറയട്ടെ. അതായത്
ഇപ്പോ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ AI ജനറേറ്റഡ് ആയിട്ടുള്ള ശബ്ദശകലം എന്ന് പറഞ്ഞിട്ട് ധാരാളം ശബ്ദ എന്ന് ആരോപണം ഉന്നയിക്കുന്നു. അതിന്റെ നിജസ്ഥിതി തെളിയിക്കപ്പെടട്ടെ. സർക്കാർ സംവിധാനം ഉപയോഗിച്ച് തെളിയിക്കട്ടെ. അയ്യോ, രക്ഷപ്പെടാൻ വേണ്ടി ഒരു ശകലം ഒരു വാക്ക് ഒരിക്കൽ എന്താണ് ഈ രാഹുൽ മാങ്കൂട്ടം പറഞ്ഞു, ഇതൊക്കെ ഈ കാലത്ത് ആർക്കും നിർമ്മിക്കാമല്ലോ എന്ന്. പക്ഷേ അതിനെ തുടർന്ന് അങ്ങനെയാണെങ്കിൽ അതിനെതിരെ കേസ് കൊടുക്കുമോ? ഇത്രയധികം ശബ്ദങ്ങൾ വന്ന സ്ഥിതിക്ക് വലിയ മാനനഷ്ടമാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഉണ്ടാകുന്ന കേസ് കൊടുക്കുമെന്നോ? അതിനൊന്നും ഒരു മറുപടിയും ഇല്ല. അതുകൊണ്ട് AI ജനറേറ്റഡ് ആണെന്ന് പറയുമ്പോൾ സൂക്ഷിക്കണം. എന്തുകൊണ്ട് കേസ് കൊടുക്കുന്നില്ല തിരിച്ച്? സർക്കാർ സംവിധാനം ഉപയോഗിച്ച് അതിന്റെ നിജസ്ഥിതി നമുക്ക് കണ്ടെത്താൻ കഴിയുമല്ലോ ഈ കാലഘട്ടത്തിൽ. ഞാൻ അങ്ങനെ ശ്രമമുണ്ടോ? പക്ഷെ VD സതീശൻ പോലും ഇത് പറഞ്ഞിട്ടില്ല. VD സതീശൻ പോലും റജി ഇത് പറഞ്ഞിട്ടില്ല പ്രതിരോധിക്കാൻ. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം അതല്ല. ഈ മുൻ മന്ത്രി, അതായത് പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിലെ മുൻ മന്ത്രിമാരെ കുറിച്ചുള്ള ചില ശബ്ദശകലങ്ങൾ 1000-ഉം 10,000-ഉം മില്യൺ കണക്കിന് ലൈക്കുകളുമായി അന്തരീക്ഷത്തിൽ കറങ്ങി നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഇതേ രീതിയിലുള്ള ശബ്ദ സന്ദേശങ്ങൾ, ഇതേ രീതിയിലുള്ള ശബ്ദ സംഭാഷണ ശകലങ്ങൾ. അപ്പൊ അതിലും നമ്മൾ അതേ നിലപാട് ഇതിൽ നിർബന്ധിക്കുകയും കൊല്ലാൻ മിനിറ്റുകൾ മതിയെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന രാഹുൽ മാങ്കൂട്ടത്തെയാണ് താങ്കൾ ന്യായീകരിക്കുന്നത്. ഒരിക്കലുമല്ല. ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, രാഹുൽ മാങ്കൂട്ടത്തിനെ ന്യായീകരിക്കുന്നത് കേരളത്തിലെ ഒരു കോൺഗ്രസ്സുകാരന്റെയും ഉത്തരവാദിത്വമല്ല. അത്തരത്തിലുള്ള ചെയ്തികൾ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് തെളിയിക്കപ്പെട്ടാൽ ആ മനുഷ്യൻ അങ്ങനെയാണെങ്കിൽ ഇവിടെ നാസർ കൊളായി തന്നെ ഉന്നയിച്ച ഒരു ചോദ്യമുണ്ട്. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, നിങ്ങളുടെ ഭരണഘടന അനുസരിച്ച് ഈ സസ്പെൻഷൻ സാധുവാകുമോ? രണ്ട്, കോൺഗ്രസ് അംഗത്വത്തിൽ നിന്ന് രാജിവെപ്പിക്കുക അല്ലെങ്കിൽ ഇപ്പോൾ സസ്പെൻഡ് ചെയ്യുന്ന ഒരാൾ എങ്ങനെയാണ് കോൺഗ്രസിൻ്റെ ചിഹ്നത്തിൽ MLA ആയ ഒരാൾ ആയി തുടരുന്നത്? ആ രണ്ട് കാര്യത്തിനും ഞാൻ പറയാം. ഒന്ന്, ഇത് അടിയന്തര സാഹചര്യം നേരിടാൻ വേണ്ടി കേരളത്തിലെ ജനങ്ങൾക്ക് മുമ്പാകെ കോൺഗ്രസിന്റെ ധാർമ്മിക നിലവാരം വരച്ചു കാട്ടുവാൻ വേണ്ടി, പ്രദർശിപ്പിക്കുവാൻ വേണ്ടി അടിയന്തരമായി കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുന്നു. അപ്പോൾ കോൺഗ്രസ് പദവിയിൽ കിട്ടിയ MLA സ്ഥാനമോ? കോൺഗ്രസിന്റെ ചിഹ്നത്തിൽ കിട്ടിയ MLA സ്ഥാനമോ? രണ്ടാമത്തെ കോൺഗ്രസിന്റെ വിപ്പുള്ള ആളല്ലേ ഇപ്പോഴും? അത്തരത്തിൽ ഒരു സംഭവം പാലക്കാട് വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉടനെ ഉണ്ടാകും. വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് പാലക്കാട് മണ്ഡലത്തിലെ അടിച്ചേൽപ്പിക്കുക എന്ന് പറയുന്നത് ആ ജനങ്ങളോട് കാട്ടുന്ന ഒരു അനീതിയാണ്. അത് ഒരു ഭാഗത്ത് നിൽക്കും. അതിനേക്കാൾ വലിയ അനീതിയല്ലേ ഇങ്ങനെ ഒരു കളങ്കിതനായ ഒരാൾ ആ നിയമസഭയെ പ്രതിനിധീകരിക്കുന്നത്, അല്ല അവിടുത്തെ നിയമസഭാ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത് അതിലും വലിയ അപമാനമല്ലേ? ശ്രീ A. സജീവൻ, ഏതാണ് അപമാനം? വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പ് നടത്തി തങ്ങളുടെ ജനപ്രതിനിധിയെ കണ്ടെത്തുന്നതാണോ, അതോ നിലവിൽ ഇത്രയേറെ കളങ്കിതനായ ഒരു ജനപ്രതിനിധിയെ ചുമക്കുന്നതാണോ? ഏതാണ് പാലക്കാടൻ ജനതയെ സംബന്ധിച്ച അപമാനം? ശ്രീ A. സജീവൻ, കോൺഗ്രസ്സുകാർ ഇത്തരം മുട്ടുന്യായങ്ങൾ പറയുന്നിടത്താണ് ഏറ്റവും വലിയ പ്രശ്നം. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു കുഴപ്പവും ചെയ്തിട്ടില്ല എന്നാണ് അവർക്ക് ഉത്തമ വിശ്വാസമെങ്കിൽ, AI ജനറേറ്റഡ് തെളിവുകളാണ് എങ്കിൽ എന്തിനാണ് രാഹുൽ മാങ്കൂട്ടത്തിനോട് രാജിവെക്കാൻ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാൻ പറഞ്ഞത്? അല്ല, അദ്ദേഹം സ്വയം രാജിവെച്ചാണ്. അദ്ദേഹം തെറ്റ് ചെയ്തില്ല, അദ്ദേഹം രാജിവെക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോ ഇത് AI ജനറേറ്റഡ് ആണ് എന്നൊക്കെ എപ്പോഴും കൊണ്ടുവരുന്ന ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ജനങ്ങളോടുള്ള താല്പര്യം കൊണ്ട് പാലക്കാട് ജനങ്ങൾക്ക് ഒരിക്കൽ കൂടി പോളിംഗ് ബൂത്തിലേക്ക് പോകാനുള്ള പ്രയാസം, അവർ വളരെ കഷ്ടപ്പെട്ട് പോകുന്നതുകൊണ്ട് മാത്രമാണ് അത് ഒഴിവാക്കാനാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി ഒഴിവാക്കുന്നത് പറയുന്നത് അതിനേക്കാൾ വലിയ തമാശയാണ്. സത്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ട് രാജിവെപ്പിക്കാതിരിക്കുന്നതിന്റെ യുക്തി അതെന്താണ് അവർ പറഞ്ഞാൽ മതി. അതിന് കാരണം ഈ ജനങ്ങളുടെ തലയിലേക്ക് വെക്കരുത്. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. 1, 2, 3 തെരഞ്ഞെടുപ്പ് തുടർച്ചയായിട്ട് വന്നാൽ ജനങ്ങൾക്കൊരു പ്രശ്നം മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവിടെ രാജിവെച്ച് കഴിഞ്ഞാൽ ഉടൻ തെരഞ്ഞെടുപ്പ് വരുമെന്നുള്ള കാര്യം പോലും നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. കാരണം ഇലക്ഷൻ കമ്മീഷൻ തീരുമാനിക്കണം. വളരെ കുറഞ്ഞ കാലം മാത്രമാണ് ഇനി ശേഷിക്കുന്നത്. അതിനിടയിൽ ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് ഇലക്ഷൻ കമ്മീഷൻ പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. രണ്ട് കാര്യങ്ങളാണ് ഞാൻ കാണുന്നത്. ഒന്ന്, രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ച് കഴിഞ്ഞാൽ ആ സീറ്റ് അവരുടെ കയ്യിൽ നിന്ന് പോകുന്നുള്ള കാര്യം ഉറപ്പാണ്. അതല്ലെങ്കിൽ പോകും. പക്ഷെ ഇപ്പോൾ തന്നെ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെയും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെയും മുന്നോടിയായിട്ടാണ് ഇത് നടക്കുന്നത് വെക്കുക. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനോടൊപ്പമാണെന്ന് വെക്കുക.
അവിടെ ഒരു തോൽവി ഉണ്ടായിക്കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തിന് ജയിച്ചു, ഞങ്ങൾ അത്രയും ഗംഭീരമായി പിടിച്ചിറക്കി എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു വൻ പരാജയം സംഭവിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പ്രശ്നമുണ്ട്. അതാണ് അവർ നേരിടുന്ന ഒരു പ്രശ്നം. രണ്ടാമത്തേത്, ആദ്യം ശക്തമായി പറഞ്ഞു കഴിഞ്ഞു, പിന്നീട് എന്തോ ഒരു ഭയമുണ്ട്, അതുകൊണ്ട് രാഹുൽ ഇനി രാജിവെക്കണമെന്ന് പറയാൻ പറ്റും. പക്ഷെ അപ്പോഴൊക്കെ താങ്കൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്, നിയമസഭയിൽ കോൺഗ്രസ്സുകാരനല്ല എത്ര കാലത്തേക്ക് സസ്പെൻഡ് ചെയ്താലും ഇപ്പോൾ കോൺഗ്രസ്സുകാരനല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ. അങ്ങനെയുള്ള ഒരാള് എങ്ങനെയാണ് കോൺഗ്രസിന്റെ MLA ആയിട്ട് അവിടെ പങ്കെടുക്കുക എന്നുള്ള കാര്യം ഒരു വളരെ ഇതുവരെ കൗതുകമുള്ള ഒരു കാര്യമാണ്. അദ്ദേഹത്തെ പാർട്ടി പുറത്താക്കിയിട്ടില്ല, അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ സ്ഥാനം രാജിവെച്ചു, അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് അത് തന്നെയാണ്. അതായത് ഭയന്ന് കോൺഗ്രസിന് ഇങ്ങനെ ചൂളി കയ്യിലേക്കൊതുങ്ങാൻ എങ്ങനെയാകും എന്ന ചോദ്യമാണ് ധാർമ്മികമായി രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്. കോൺഗ്രസിൻ്റെ നേതാക്കളും നേതൃത്വവും തന്നെയാണ് ഇതിന് മറുപടി പറയേണ്ടത്. കോൺഗ്രസ് അണികളോടെങ്കിലും തീർച്ചയായും ചർച്ചയിൽ പങ്കെടുത്തവർക്കൊക്കെ നന്ദി. ഈവനിംഗ് ഡിബേറ്റിലൂടെ പുറമാകുന്നു.